വെൽക്കം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 2025-24 വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള മലയാളത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്, അതിൻ്റെ അനുബന്ധ വിവരങ്ങളും. ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഇത് റീസെൻ്റ് ആയിട്ട് നടന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2025 ഏപ്രിൽ മാസം 22-ാം തീയതി നടന്നൊരു ചോദ്യപേപ്പറാണിത്. ആദ്യത്തെ ചോദ്യം നോക്കുക. യഥേഷ്ടം എന്നതിൻ്റെ ശരിയായ രൂപം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ശരിയുത്തരമായിട്ട് വരുന്നത്. ധ ശ്രദ്ധിക്കണം. ത ഇത്ത, രണ്ടാമത്തെ ത ഇത്ത അതാണ് വരുന്നത്. യഥേഷ്ടം. യഥേഷ്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഷ്ടം പോലെ എന്നാണ് അതിൻ്റെ അർത്ഥമായിട്ട് വരുന്നത്. യഥേഷ്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഷ്ടം പോലെ. അടുത്ത ചോദ്യം നോക്കാം. പ്രതിരോധം എന്ന വാക്കിൻ്റെ വിപരീത പദം എന്താണ്? ഓപ്ഷൻ ഡി അനുരോധമാണ് കേട്ടോ. അനുരോധം. പ്രതിരോധം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ ഒരാളെ അറ്റാക്ക് ചെയ്യാൻ വരികയാണെങ്കിൽ നമ്മൾ അതിനെ പ്രതിരോധിക്കത്തില്ലേ, എതിർക്കത്തില്ലേ? അതാണ് പ്രതിരോധം എന്ന് പറയുന്നത്. അനുരോധം എന്ന് പറഞ്ഞാൽ അനുസരണ എന്നാണ് കേട്ടോ. അപ്പോൾ പ്രതികരിക്കാതെ അനുസരിക്കുന്നതാണ് എന്ത്? അനുരോധം എന്ന് പറയുന്നത്. അപ്പോൾ പ്രതിരോധത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? അനുരോധം. തെറ്റിപ്പോവരുത്. പ്രതിരോധം ഓപ്പോസിറ്റ് എന്താണ്? അനുരോധം. അനുരോധം എന്ന് പറഞ്ഞാൽ എന്താണ്? അനുസരണം എന്നാണ്. അനുസരണ എന്നാണ് കേട്ടോ. ദീപാവളി കുളിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ദീപാവളി കുളിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ധൂർത്തടിക്കുക എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതിവിടെ കൊടുത്തിട്ടില്ല. ആഘോഷിക്കുക, പുറത്താക്കുക, ദുർവ്യയം ചെയ്യുക, ചതിക്കുക എന്നാണ്. അപ്പോൾ ഓപ്ഷൻസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ബാക്കിയൊന്നും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പം ദുർവ്യയം എന്ന് പറഞ്ഞാൽ എന്താണ്? പാഴ്ചിലവ് എന്നാണ് കേട്ടോ. പാഴ്ചിലവ് ചെയ്യുക എന്നാണ് വരുന്നത്. അതന്നെ ധൂർത്തടിക്കുക, സെയിം അല്ലേ? അപ്പം ദീപാവളി കുളിക്കുക എന്ന് പറഞ്ഞാൽ ധൂർത്തടിക്കുക അല്ലെങ്കിൽ ദുർവ്യയം ചെയ്യുക. ദുർവ്യയം എന്ന് പറഞ്ഞാൽ എന്താണ്? പാഴ്ചിലവ്. റെപ്രിമാൻഡ് എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് വാക്കിൻ്റെ തുല്യമായ മലയാള പദം എന്താണ്? റെപ്രിമാൻഡ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ തുല്യമായ മലയാള പദം എന്താണ്? താക്കീത് എന്നാണ് കേട്ടോ. താക്കീത്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. അനുചിതം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഇത് നമ്മൾ തെറ്റിക്കുന്ന ഒരു സംഭവമാണ്, തെറ്റിച്ച് പറയുന്ന ഒരു സംഭവമാണ്. അനുചിതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉചിതമല്ലാത്തത് എന്നാണ്. ഉചിതമായതെന്നല്ല കേട്ടോ. അനുചിതം എന്ന് പറഞ്ഞാൽ ഉചിതമല്ലാത്തത് എന്നാണ് കേട്ടോ. ഉചിതമല്ലാത്തത് എന്നാണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ആന എന്ന പദത്തിൻ്റെ പര്യായം എന്താണ്? തന്നിരിക്കുന്നവയിൽ ആന എന്നതിൻ്റെ പര്യായം എന്താണ്? വാരണമാണ് കേട്ടോ. വാരണം. വാരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ആനയാണ്. ആന എന്നതിൻ്റെ മറ്റു പര്യായ പദങ്ങൾ നമുക്കൊന്ന് നോക്കാം. എന്തൊക്കെയാണ്? ദന്തി, ദന്താവളം. അത് ഒരുമിച്ച് പഠിക്കുക. ദന്തി, ദന്താവളം. ഹസ്തി, ഹസ്തി, ഹസ്തി. മതങ്കജം, മതങ്കജം, ഗജം. കുഞ്ചരം, ഇപ്പൊ വന്ന വാരണം. കരി, ഇഭം. ഓക്കെ. ദന്തി, ദന്താവളം, ഹസ്തി, മതങ്കജം, ഗജം, കുഞ്ചരം, വാരണം, കരി, ഇഭം. ഇത്രയും ആനയുടെ പര്യായപദങ്ങളാണ്. അടുത്ത ചോദ്യം. മേദിനി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? മേദിനി എന്ന് പറഞ്ഞാൽ ഭൂമിയാണ് കേട്ടോ. ഭൂമി. ഭൂമിയുടെ മറ്റു പര്യായപദങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ധര, ധരിത്രി, ധരണി. വസുധ, വസുമതി. മേദിനി. ക്ഷിതി, ക്ഷോണി. മഹീതലം, ഉർവി, ഇള. അപ്പം ഇത് പഠിക്കാൻ എളുപ്പമുള്ളൊരു രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ധര, ധരിത്രി, ധരണി. വസുധ, വസുമതി. മേദിനി. ക്ഷിതി, ക്ഷോണി. മഹീതലം, ഉർവി, ഇള. ഇതൊക്കെ എന്താണ്? ഭൂമിയുടെ പര്യായപദങ്ങളാണ്. അപ്പം നമ്മളോട് ചോദിച്ചത് ഏതായിരുന്നു? മേദിനിയാണ് കേട്ടോ. അടുത്തത്. താഴെ കൊടുത്തവയിൽ ശരിയായ വാക്യം ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നാം കഴിക്കുന്ന ആഹാരത്തിൽ മറ്റു വിഷാംശങ്ങൾ കലരാതെ സൂക്ഷിക്കണം. മറ്റു എന്ന് വേണോ? വിഷാംശങ്ങൾ കലരാതെ സൂക്ഷിക്കണം എന്ന് പോരെ? അടുത്തത് നോക്കാം. നാം കഴിക്കുന്ന ആഹാരം മറ്റു വിഷാംശങ്ങൾ കലരാതെ സൂക്ഷിക്കണം. അതും തെറ്റാണ്. നാം കഴിക്കുന്ന ആഹാരത്തിൽ വിഷാംശങ്ങൾ കലരാതെ സൂക്ഷിക്കണം. അത് ശരിയാണ്. നാം കഴിക്കുന്ന ആഹാരത്തിൽ വിഷാംശങ്ങൾ കലരാതെ നാം സൂക്ഷിക്കണം. വീണ്ടും നാം ആവശ്യമില്ല. അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം. വിദ്യുത് ശക്തി എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. PSCയുടെ ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണിത്. വിദ്യുത് ശക്തി എങ്ങനെയാണ് വിദ്യുത് ശക്തി എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത്? വിദ്യുത് അധികം ശക്തി എന്നാണ് കേട്ടോ. വിദ്യുത് അധികം ശക്തി എന്നാണ്. ഇത് ഏത് സന്ധിക്ക് ഉദാഹരണമാണ്? വ്യഞ്ജന സന്ധിക്ക് ഉദാഹരണമാണ്. നമുക്കറിയാം സ്വരസന്ധി ഉണ്ട്, വ്യഞ്ജന സന്ധി ഉണ്ട്. ഈ വ്യഞ്ജന സന്ധി എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതിനകത്ത്
പല അക്ഷരങ്ങളുടെയും ആദേശമാണ് അവിടെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ഏകദേശം 9ഓളം തരത്തിൽ അത് ഉണ്ട്. അതിൽ ഒരു തരമാണ് ഈ കൊടുത്തിരിക്കുന്നത്. അത് ഏതാണെന്ന് നമുക്കൊന്ന് നോക്കാം. ജസ്റ്റ് അതൊന്നും ഓർത്തില്ലെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഓർത്തിരിക്കുക. എപ്പോഴും തായും ഷായും ചേർന്നാൽ ഏതേ വരുള്ളൂ, ഏതേ ആദേശിക്കത്തുള്ളൂ, ഇച്ഛ എന്നാണ് വരിക കേട്ടോ. ഇച്ഛ എന്നാണ് വരിക. ഓക്കെ, ഇത് പല ജീവത് ശവം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ജീവത് ശവം എങ്ങനെയാണ് ചേർത്ത് എഴുതുന്നത്? ജീവത് പ്ലസ് ശവം ചേർത്തെഴുതിയാൽ എന്ത് വരും? ജീവചവം, ചവം. ഓക്കെ, ജീവചവം. അവിടെ എന്താണ് വന്നത്? ഇച്ഛയാണ് വരിക. അതുപോലെ തായും ഷായും എപ്പോഴൊക്കെ വന്നോ അതൊക്കെ എന്തായിട്ട് മാറും? ഇച്ഛ എന്നായിട്ട് മാറും. ഇതിൻ്റെ സന്ധി അറിയണം എന്നുണ്ടെങ്കിൽ ഏതാണെന്ന് ഞാൻ പറയാം, ജസ്റ്റ് ഒന്ന് നോക്കാം. ഉത്തരം വരുന്ന ഓപ്ഷൻ ഡി ആണ്. ഞാൻ പറഞ്ഞു വ്യഞ്ജനസന്ധി, സ്വരസന്ധി ഉണ്ട്, വ്യഞ്ജനസന്ധി ഉണ്ട്. വ്യഞ്ജനസന്ധി തന്നെ പല തരത്തിലുണ്ട്, 10ഓളം തരത്തിലുണ്ട്. അതിലെ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഏതാണെന്ന് വെച്ചാൽ, എക്സാമ്പിൾ ഏതാണെന്ന് വെച്ചാൽ 9ാമത്തെ തരമാണ് കേട്ടോ. അതായത് ഷാകാരത്തിന് ചാകാരാദേശം. നമ്മൾ പറഞ്ഞില്ലേ ആദേശം ചെയ്യുന്ന എന്താണ്? ഇച്ഛയാണെന്ന് പറഞ്ഞില്ലേ, അതാണ് 9ാമത്തെ ആയിട്ട് വരുന്നത്. അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞ സംഭവം തന്നെ. ജീവചവം എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത്? ജീവത് അധികം ശവം എന്നല്ല പിരിച്ചെഴുതുക. അപ്പം തായും ഷായും ചേർന്നാൽ എന്ത് വരും? ഇച്ഛ എന്ന് വരും. അതുപോലെ തന്നെ ആപത്ത് പ്ലസ് ശംഖ. ഓക്കെ, ആപശങ്ക എന്ന് വരും. വിദ്യുത് അധികം ശക്തി, വിദ്യുത് ശക്തി എന്ന് വരും കേട്ടോ. അപ്പം തായും ഷായും ചേർന്നാൽ എപ്പോഴും ഇച്ഛയാണ് വരിക. ഉത് പ്ലസ് ശിഷ്ടം എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഉച്ഛിഷ്ടം. ഉത് പ്ലസ് ശ്വാസം, ഉച്ഛ്വാസം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. പ്രതിദിനം എന്ന സമാസ രൂപത്തിന്റെ വിഗ്രഹാർത്ഥം എന്താണ്? പ്രതിദിനം എന്ന് പറഞ്ഞാൽ എന്താണ്? ദിനം തോറും. ഓപ്ഷൻ സി ആണ് ശരി. നോക്കാൻ പോകുന്നത് 2025 മാർച്ച് മാസം 11-ാം തീയതി നടന്ന ഒരു ചോദ്യ പേപ്പറാണ്. ആദ്യത്തെ ചോദ്യം നോക്കാം. വിപരീത പദം എഴുതുക. ശുദ്ധം എന്നതിന്റെ വിപരീത പദം എന്താണ്? അശുദ്ധമാണ് കേട്ടോ, അശുദ്ധം. കൂടിച്ചേരാനുള്ള സ്ഥലം എന്നർത്ഥം വരുന്ന വാക്ക് ഏതാണ്? കൂടിച്ചേരാനുള്ള സ്ഥലം എന്നർത്ഥം വരുന്ന വാക്ക് ഏതാണ്? സംഗമവേദി. അടുത്ത ചോദ്യം നോക്കാം. സത് പ്ലസ് ഭാവം ചേർത്തെഴുതിയാൽ എന്താണ് വരിക? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി, സദ്ഭാവമാണ് വരുന്നത്. അതെങ്ങനെയാണ് വരുന്നത്? ഇത് ആക്ച്വലി വ്യഞ്ജനസന്ധിയിലെ ഒരു ടൈപ്പാണ്. വ്യഞ്ജനസന്ധിക്ക് ഉദാഹരണമാണിത്. എങ്ങനെയാണ് ഇത് വരുന്നതെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു വ്യഞ്ജനസന്ധിക്ക് ഒട്ടേറെ ടൈപ്സ് ഉണ്ട്, പലതരത്തിൽ ആദേശം സംഭവിക്കുന്നുണ്ട്. അതിലെ ഒരു ടൈപ്പാണ് മൃദ്വാദേശം എന്ന് പറയുന്നത്. മൃദു എന്നുള്ളതിലെ മൃദ്വാദേശം. നമുക്കറിയാം അക്ഷരങ്ങളെ നമ്മൾ ഗരം, അധികരം, മൃദു, ഘോഷം, അനുനാസികം, ഊഷ്മാക്കൾ എന്നൊക്കെ തരംതിരിക്കുന്നുണ്ട് അല്ലേ. അതിലെ ഇവിടെ ആദേശിക്കുന്നത് ഈ ഒരു സന്ധി പ്രകാരം, ഈ ഒരു റൂൾ അനുസരിച്ച് ഇവിടെ ആദേശിക്കുന്നത് മൃദ്വാക്ഷരങ്ങളാണ്. അതുകൊണ്ടാണ് ഇതിന് മൃദ്വാദേശം എന്ന് പേര് വന്നത്. അങ്ങനെയൊന്നും നോക്കട്ടെ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ നിങ്ങൾ നോക്കുക. എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ നോക്കുക. അതായത് നമ്മുടെ പ്ലസ് ചിഹ്നത്തിന് മുന്നേ വരുന്ന ദൃഢാക്ഷരങ്ങളാണെങ്കിൽ, ദൃഢാക്ഷരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗരം, അധികരം, മൃദു, ഘോഷം, ഊഷ്മാക്കൾ ഇതൊക്കെ എന്താണ്? ദൃഢാക്ഷരങ്ങളാണ്. അപ്പം ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കുക. ഖരം, അധികരം, മൃദു, ഘോഷം, ഊഷ്മാക്കൾ ഇത്രയും അക്ഷരങ്ങൾ പ്ലസിന് മുന്നേ വന്നു കഴിഞ്ഞാൽ അവിടെ എന്തിന് സാധ്യതയുണ്ട്? മൃദ്വാദേശത്തിന് സാധ്യതയുണ്ട്. അതായത് നിങ്ങൾ നോക്കുക, ഇവിടെ ക എന്ന് പറയുന്നത് എന്താണ്? ഒരു ഖരശബ്ദമല്ലേ, ഖരമല്ലേ. ഖരം എന്ന് പറയുന്നത് ഒരു ദൃഢമാണ്. ഓക്കെ, താ എന്ന് പറയുന്നതും ദൃഢമാണ്. ദൃഢത്തിൽ ഏതൊക്കെ വരുന്നു നമ്മൾ പറഞ്ഞു? ഖരം, അധികരം, മൃദു, ഘോഷം, അനുനാസികം വരത്തില്ല, പിന്നെ ഊഷ്മാക്കൾ. ഇത്രയും അക്ഷരങ്ങൾ പ്ലസിന് മുന്നേ വരികയാണെങ്കിൽ, ശ്രദ്ധിച്ചു കേൾക്കണം, ഇത്രയും അക്ഷരങ്ങൾ പ്ലസിന് മുന്നേ വരികയാണെങ്കിൽ അവിടെ മൃദു അക്ഷരം ആദേശം ചെയ്യാൻ സാധ്യതയുണ്ട്. നോക്കുക, ഇവിടെ ക എന്ന് പറയുന്നത് എന്താണ്? ഒരു ഖരശബ്ദമല്ലേ. ഖരശബ്ദമായതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് ആദേശിക്കുന്നത്? കായുടെ മൃദുരൂപമാണ് ആദേശിക്കുന്നത്. കായുടെ മൃദുരൂപം എന്താണ്? കാ വർഗത്തിന്റെ മൃദു എന്താണ്? കാ, ഇക്ക, ഘായല്ലേ. ക എന്ന് പറയുന്നത് ഖരം, ഇഖ എന്ന് പറയുന്നത് അധികരം, ഘ എന്ന് പറയുന്നതാണ് മൃദുവായിട്ട് വരുന്നത്. അപ്പം ഇവിടെ ആദേശിക്കുന്നത് എന്താണ്? മൃദുവായിട്ടുള്ള ഘായാണ് ഇവിടെ ആദേശിക്കുന്നത്. ക പോയിട്ട് അവിടെ എന്തു ആദേശിച്ചു? ഗ ആദേശിച്ചു. ഓക്കെ, അപ്പം അതിനൊരു കണ്ടീഷനുണ്ട്. പ്ലസിന് മുന്നേ കിടക്കുന്ന എന്തായിരിക്കണം? ദൃഢാക്ഷരമായിരിക്കണം. ദൃഢാക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഖരത്തിൽ വരുന്നതും അധികരം, മൃദു, ഘോഷം, ഊഷ്മാക്കൾ ഇതിലൊക്കെ വരുന്ന എന്താണ്? ദൃഢാക്ഷരങ്ങളാണ്. ഇത്രേനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദൃഢാക്ഷരങ്ങൾ എന്ന് പറയുന്നത്. അപ്പം
പ്ലസിന് മുന്നേ ദൃഢാക്ഷരങ്ങൾ വരികയാണെങ്കിൽ അവിടെ എന്ത് ആഗമിക്കും? മൃദു അക്ഷരം. അതിൻ്റെ തന്നെ മൃദു അക്ഷരമാണ് കേട്ടോ. ഇപ്പം കായായതുകൊണ്ട് ഗ ആഗമിച്ചു. ഇനി തായായിരുന്നെങ്കിൽ തായുടെ മൃദു, താ വർഗത്തിന്റെ മൃദു അക്ഷരം ഏതാണ്? താ, ഇത്ത, ദായല്ലേ. അപ്പം അവിടെ എന്ത് ആഗമിക്കും? ധാ ആഗമിക്കും കേട്ടോ. ധാ ആഗമിക്കും. അങ്ങനെയാണ്. അല്ലാതെ നമ്മളിത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തെറ്റിപ്പോവും. അപ്പം ഇതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള റൂൾ എന്ന് പറയുന്നത്. പ്ലസിന് മുന്നേ എന്ത് നമ്മൾ നോക്കണം? പ്ലസിന് മുന്നേ വരുന്നത് ദൃഢാക്ഷരങ്ങളാണോ നോക്കണം. ദൃഢാക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഒട്ടുമിക്ക ഇതെല്ലാതും വരും അല്ലേ. അനുനാസികവും മധ്യമങ്ങളും ഒഴികെ ബാക്കിയെല്ലാം എന്താണ്? ദൃഢാക്ഷരങ്ങളാണ്. അപ്പം ദൃഢാക്ഷരങ്ങൾ വരികയാണെങ്കിൽ അവിടെ എന്താഗമിക്കും? അതിൻ്റെ തന്നെ മൃദു അക്ഷരങ്ങൾ ആഗമിക്കും. ഇപ്പം കായാണെങ്കിൽ കായുടെ മൃദുവായ ഗ ആഗമിക്കും. ചായാണെങ്കിൽ ചായയുടെ മൃദുവായ ജ ആഗമിക്കും. അതുപോലെ തന്നെ തായാണെങ്കിൽ ധ ആഗമിക്കും. അങ്ങനെ 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 പോകും. ഓക്കെ. അപ്പോൾ ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. സത് പ്ലസ് ആചാരം എന്ത് വരും? താ ആയതുകൊണ്ട് തായുടെ മൃദുശബ്ദമായ ദ ആഗമിക്കും. സദാചാരം എന്ന് വരും. ഇനി നേരത്തെ നമ്മളോട് ചോദിച്ച സത് പ്ലസ് ഭാവം, ഇവിടെയാണത് വരുന്നത്. നോക്കാം, അതൊന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ സത് പ്ലസ് ഭാവം എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് ആഗമിക്കുന്നത്? തായുടെ മൃദുശബ്ദമായ ദ ആഗമിക്കും. അങ്ങനെയാണ് എന്ത് വരുന്നത്? സത് ഭാവം എന്ന് വരുന്നത്. ഓപ്ഷൻ ബി ശരി ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ. ഇനി മഹത് വചനം, മഹത് പ്ലസ് വചനം എന്താണ്? തായുടെ മൃദുവാക്ഷരമായ ദ ആഗമിക്കും. മഹത് വചനം. ഓക്കെ. ഇനി സുഹൃത് വലയം, സുഹൃത് വലയം എന്നായിട്ട് മാറും. ഹൃത് അന്തം, ഹൃദന്തം എന്നായിട്ട് മാറും. ചിത് പ്ലസ് ആനന്ദം, ചിദാനന്ദമായിട്ട് മാറും. ഹൃത് പ്ലസ് വികാരം, ഹൃദ്വികാരമായിട്ട് മാറും. ജഗത് പ്ലസ് ഈശ്വരൻ, ജഗദീശ്വരനായിട്ട് മാറുന്നതാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. തോഴി, ആളി, സഖി രണ്ടും ശരിയല്ലേ? അളി എന്ന് പറഞ്ഞാൽ എന്താണ്? വെറും അളി എന്ന് പറഞ്ഞാൽ വണ്ടാണ്. ആളി എന്ന് പറഞ്ഞാൽ തോഴിയാണ്. അപ്പം അത് ശരിയാണ്. മാവ്, മാവിൻ്റെ തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? ആമ്രം, ആമ്രം ശരിയാണ്. പക്ഷെ കേതു എന്താണ്? കേതു തെറ്റാണ്. കേതു എന്ന് പറഞ്ഞാൽ എന്താണ്? കേതു എന്ന് പറഞ്ഞാൽ നവഗ്രഹങ്ങളിൽ 9ാമത്തേതിനെ നമ്മൾ കേതു എന്ന് പറയും. അതുപോലെ തന്നെ കൊടിമരം എന്നൊരു അർത്ഥവും കൂടെ കേതുവിനുണ്ട്. ഓക്കെ. അപ്പം എന്തായാലും അത് തെറ്റാണ്. യുദ്ധം, യുദ്ധം എന്നതിൻ്റെ പര്യായപദമായിട്ട് രണം വരുന്നുണ്ട്, പക്ഷെ ആരണ്യകം വരുന്നില്ല. അപ്പം അതുകൊണ്ട് ഇതും തെറ്റാണ്. ആരണ്യകം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണങ്ങളോട് ബന്ധപ്പെട്ട വൈദിക സാഹിത്യത്തിൻ്റെ ഒരു വിഭാഗമാണ് ആരണ്യകം എന്ന് പറയുന്നത്. ആരണ്യമല്ല, ആരണ്യകം. ആരണ്യം എന്ന് പറഞ്ഞാൽ കാടാണെന്ന് നമുക്കറിയാം. ആരണ്യകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സാഹിത്യ വിഭാഗമാണ്. ഓക്കെ. അപ്പം അതും തെറ്റാണ്. മേധിനി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞിരുന്നു ഭൂമിയാണ് അല്ലെ. ഭൂമിയുടെ പര്യായമാണ് ധരണി. മേനി എന്ന് പറയുന്നത് ശരീരമാണ്. അപ്പം ഇതും ശരിയായ ജോഡിയല്ല. അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. എന്താണ്? തോഴിയുടെ പര്യായപദങ്ങളാണ് ആളിയും സഖിയും. ഇനി നമുക്ക് ഈ മാവിൻ്റെ പര്യായപദം കൂടെ ഒന്ന് നോക്കാം. മാവിൻ്റെ പര്യായപദം എന്താണ്? ആമ്രം, ചൂതം, രസാലം. ഓക്കെ. ഇവിടെ നിങ്ങൾ നോക്കൂ, ഒരു മാവിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. നമുക്കിങ്ങനെ ഒരു കോഡ് ഇട്ട് പഠിക്കാം. ആമ്രം എന്നുള്ളത് ആ മാവിൻ്റെ ചോട്ടിലിരുന്ന് ചൂത് കളിക്കുന്നത് നല്ല രസമുള്ള പരിപാടിയാണ്. ഓക്കെ. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ നമുക്കിത് കിട്ടുന്നതാണ്. അപ്പം മാവിൻ്റെ പര്യായപദങ്ങൾ എന്തൊക്കെയാണ്? ആമ്രം, ചൂതം, രസാലം. ഓക്കെ. ഇനി ഭൂമിയുടെ വന്നതുകൊണ്ട് അതും കൂടെ ഒന്ന് നോക്കാം. ധരാ, ധരിത്രി, ധരണി. ഓക്കെ. ആ ഒരു ഫ്ലോയിൽ അങ്ങ് പഠിക്കാം. ധരാ, ധരിത്രി, ധരണി. വസുധ, വസുമതി, മേദിനി, ക്ഷിതി, ക്ഷോണി, മഹീതലം, ഉർവി, ഇള. ഓക്കെ. ഇനി അടുത്ത ചോദ്യം. എതിർലിംഗം എഴുതുക. ലേഖകൻ എന്നതിൻ്റെ എതിർലിംഗം എന്താണ്? ലേഖികയാണ് കേട്ടോ. ലേഖിക. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഒറ്റ പദം എഴുതുക. ക്ഷമിക്കാൻ പറ്റാത്തത് എന്താണ്? അക്ഷന്തവ്യം. പിരിച്ചെഴുതുക. മരങ്ങൾ, മരങ്ങൾ എന്നത് പിരിച്ചെഴുതിയാൽ, ഇത് പ്രധാനപ്പെട്ടതാണ്. മരങ്ങൾ എന്നത് പിരിച്ചെഴുതിയാൽ എങ്ങനെയാണ് വരുന്നത്? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. മരം അധികം കള്ളാണ്. ഇത് ഏത് സന്ധിക്ക് ഉദാഹരണമാണ്? ഇത് ആദേശ സന്ധിക്ക് ഉദാഹരണമാണ് കേട്ടോ. ആദേശ സന്ധിക്ക് ഉദാഹരണമാണ് ഈ പിരിച്ചെഴുതുന്നത്. ഇനി അതുപോലത്തെ ഒരു ചോദ്യമാണ്, ഇതിലെ അല്ല, അതുപോലത്തെ ഒരു ചോദ്യമാണ്. മരക്കൊമ്പ് പിരിച്ചെഴുതിയാൽ എങ്ങനെയാണ് വരുന്നത്? മരം അധികം കൊമ്പാണ് കേട്ടോ. മരങ്ങൾ എന്ന് പറഞ്ഞ പോലെ തന്നെ മരം അധികം കൊമ്പാണ് മരക്കൊമ്പ് വരുന്നത്. ഇനി മരത്തിൽ, മരത്തിൽ എന്നതിനെ നമ്മൾ എങ്ങനെ പിരിച്ചെഴുതാം? മരം അധികം
ഇല്ലാണ് എന്ത് മരത്തിൽ എന്ന് വരുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുക, ഇത് പഠിക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. ഈ അനുസ്വാരം, അതായത് ഈ വട്ടപൂജ്യം, അനുസ്വാരത്തിന് ശേഷം ഒരു പ്രത്യയമാണ് വരുന്നതെങ്കിൽ അവിടെ എന്താഗമിക്കും? ഇതൊരു റൂളാണ്. ഇത്ത ആഗമിക്കും. ആഗമിക്കില്ല, ആദേശിക്കും. ഇത്ത ആദേശിക്കും. മനസ്സിലായോ? ഒന്ന് മാറിയിട്ട് മറ്റൊന്ന് വരുന്നതിനാണ് ആദേശം എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അനുസ്വാരത്തിന് ശേഷം ഏതെങ്കിലും ഒരു പ്രത്യേകം, നിപ്രസം ഉപ്രസം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രത്യയങ്ങൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? അതിൽ ഏതെങ്കിലും ഒരു പ്രത്യയം വരികയാണെങ്കിൽ അവിടെ എന്ത് ആദേശിക്കും? ഇത്ത ആദേശിക്കും. അങ്ങനെയാണിത് മരത്തിൽ എന്ന് വരുന്നത്. ഓക്കെ, അനുസ്വാരത്തിൽ അവസാനിക്കുന്ന നാമങ്ങളോട് പ്രത്യയം ചേർത്താൽ ത് ആദേശിക്കും. എന്നാൽ ചേരുന്നത് പ്രത്യയമല്ലെങ്കിൽ ത ആദേശിക്കത്തില്ല. ഇവിടെ ഇൽ ആധാരിക പ്രത്യയമായതുകൊണ്ടാണ് ഇവിടെ ഇത്ത ആദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത നോക്ക്, മരമില്ല എന്നത് നമ്മൾ എങ്ങനെ പിരിച്ചെഴുതാം? മരം അധികം ഇല്ല. ഇതെങ്ങനെ? ഇത്ത ഇവിടെ ആദേശിച്ചോ? ഇല്ല. കാരണം എന്താണ്? ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു പ്രത്യയമല്ല, അതുകൊണ്ടാണ് ഇവിടെ ഇത്ത ആദേശിക്കാഞ്ഞത്. ഇവിടെ മരമില്ല എന്ന് വന്നു. ഇത് ആദേശ സന്ധിക്ക് ഉദാഹരണമാണ്. പക്ഷെ ഇത്തായല്ല അവിടെ ആദേശിച്ചിരിക്കുന്നത്, മായാണ് ഇവിടെ ആദേശിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മരം പ്ലസ് അല്ലയാണ് എന്ത് വരുന്നത്? മരമല്ല എന്ന് വരുന്നത്. ഇനി വേറൊരെണ്ണം നോക്കൂ, മരവുരി. എങ്ങനെ നമുക്ക് പിരിച്ചെഴുതാം? മരം പ്ലസ് ഉരിയാണ്. പക്ഷെ ഇത് ആദേശസന്ധിക്ക് ഉദാഹരണമല്ല, കാരണം ഇവിടെ വ ആഗമിക്കുന്നത് കൊണ്ട് ഇത് ആഗമസന്ധിയാണ്. അടുത്ത ചോദ്യം, ശരിയായ പദം എഴുതുക. ഏതാണ്? ഓപ്ഷൻ ഡി അതിഥിയാണ്, അല്ലേ? തിഥി നോക്കാതെ വരുന്ന ആളാണ് നമ്മൾ എന്ത് പറയുന്നത്? തീയതി നോക്കാതെ വരുന്ന ആളാണ് അതിഥി എന്ന് പറയുന്നത്. വിത്തുഗുണം പത്തുഗുണം എന്ന ചൊല്ലിന് യോജിക്കുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. പൈതൃകത്തിന്റെ ഗുണം മക്കളിൽ ഉണ്ടാകും. ടു മെനി കുക്സ് സ്പോയിൽ ദ ബ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ആള് കൂടിയാൽ പാമ്പ് ചാകില്ല. ആള് കൂടിയാൽ പാമ്പ് ചാവില്ല. ഇനി അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് 2025 ഏപ്രിൽ മാസം 9-ാം തീയതി നടന്ന LP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയത്തിൻ്റെ ചോദ്യപേപ്പറാണ്. അതിൽ എല്ലാ ചോദ്യങ്ങളൊന്നും നമുക്ക് വേണ്ടതല്ല, 1-2 ചോദ്യങ്ങൾ മാത്രം നമുക്ക് അതിനകത്ത് മതി. 2 പദങ്ങൾക്കും തുല്യ പ്രാധാന്യമുള്ള സമാസം ഏതാണ്? ഓപ്ഷൻ ബി ദ്വന്ദ്വ സമാസമാണ് കേട്ടോ. 2 പദങ്ങൾക്കും തുല്യ പ്രാധാന്യമുള്ള സമാസമാണ് എന്ത്? ദ്വന്ദ്വ സമാസം. സമ്പദ് രംഗം ചേർത്തെഴുതുമ്പോൾ ശരിയായ രൂപം എന്താണ്? ഇപ്പം നമ്മൾ പറഞ്ഞ അതേ സംഭവം തന്നെ, അല്ലേ? വ്യഞ്ജനസന്ധി, മൃദ്വാദേശം, അല്ലേ? അതായത് ദൃഢാക്ഷരങ്ങൾ വരികയാണെങ്കിൽ, പ്ലസിന് മുന്നേ ദൃഢാക്ഷരങ്ങൾ വരികയാണെങ്കിൽ അവിടെ അതിൻ്റെ മൃദു അക്ഷരം, ആ വർഗത്തിൻ്റെ മൃദു അക്ഷരം ആഗമിക്കും. അതുകൊണ്ട് ഇവിടെ ത വന്നതുകൊണ്ട് അവിടെ എന്താഗമിച്ചു? തായുടെ മൃദുവായ ദ ആഗമിച്ചു. അപ്പം എന്ത് വരും? സമ്പദ് രംഗം എന്ന് വരും. ഓക്കെ, ശരിയായ പദം തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നവയിൽ ശരിയായ പദം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായ പദം എന്ന് പറയുന്നത്, വിദ്യുത് ശക്തി. ഓക്കെ, ഇത് നമ്മളോട് പിരിച്ചെഴുതാനും ചോദിക്കാറുണ്ട്. എങ്ങനെ പിരിച്ചെഴുതും? വിദ്യുത് അധികം ശക്തി എന്തായിട്ട് വരും? വിദ്യുത് ശക്തിയായിട്ട് വരും. ഓക്കെ, ഈ തായും ഷായും ശ്രദ്ധിക്കുക, ഇവിടെ തായും ഷായും എന്തായിട്ട് മാറും? ഇച്ഛ എന്നായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇതുപോലത്തെ ഒരു വാക്കാണ് ജീവച്ഛവം എന്ന് പറയുന്നത്. ജീവച്ഛവം എങ്ങനെ പിരിച്ചെഴുതാം? ജീവത് അധികം ശവം. ഓക്കെ, ജീവത് അധികം ശവം. ഇവിടെ എന്ത് വന്നു? വീണ്ടും തായും ഷായും വന്നു. അതെന്തായിട്ട് മാറി? ഇച്ഛ എന്നായിട്ട് മാറി. ഇനി നിങ്ങൾ നോക്കുക, നമുക്കറിയാം മറ്റൊരു വാക്ക് നമുക്കറിയാം, ശരത് ചന്ദ്രൻ. ആ വാക്ക് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഈ ശരത് ചന്ദ്രൻ എന്ന് പറയുന്ന വാക്ക് പിരിച്ചെഴുതിയാൽ നമുക്ക് എന്ത് വരും? ശരത് അധികം ചന്ദ്രൻ. ശരത് അധികം ചന്ദ്രൻ. ഇവിടെ എന്താണ് വരുന്നത്? ഇവിടെ തായും ചായുമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് ചേർത്ത് എഴുതുമ്പോൾ എന്ത് വരും? ശരത് ചന്ദ്രൻ. ഇച്ഛ, ഈ ഇച്ഛയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ തായും ഷായും വന്നാൽ എന്ത് വരും? ഇച്ഛ, അച്ഛൻ എന്നുള്ള ആ ഇച്ഛ വരും. പക്ഷേ തായും ചായുമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇച്ഛ, വെറും ഇച്ഛ എന്ന് മാത്രമാണ് വരിക. ഓക്കെ, അങ്ങനെ നമുക്ക് ഇതൊന്ന് വേർതിരിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത ചോദ്യം നോക്കൂ, ശരിയായ വാക്യം കണ്ടെത്തണം. 100 ചതുരശ്ര മീറ്റർ വിസ്തീർണമായ ഭൂമി. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. ചുവടെ കൊടുത്തിരിക്കുന്ന വാക്യത്തിൻ്റെ ശരിയായ പരിഭാഷ എന്താണ്? എനിക്ക് തലവേദനയുണ്ട്. ഐ ആം സഫറിങ് ഫ്രം ഹെഡ് ഏക്ക്. എനിക്ക് തലവേദനയുണ്ടെന്ന് നമ്മൾ എങ്ങനെ പറയാം? ഐ ആം സഫറിങ് ഫ്രം ഹെഡ് ഏക്ക് എന്നല്ലേ പറയാം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, അറിയാനുള്ള ആഗ്രഹം എന്നതിൻ്റെ ഒറ്റപ്പദം എന്താണ്? നമുക്കറിയാം എന്താണ്? ജിജ്ഞാസ എന്നാണ്. എന്താണ് വിവക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്?
പറയാനുള്ള ആഗ്രഹമാണ് എന്ത് വിവക്ഷ എന്ന് പറയുന്നത്. നമ്മളോട് ചോദിച്ചത് അറിയാനുള്ള ആഗ്രഹമാണ്, എന്താണ് ജിജ്ഞാസയാണ്. ഇനി ഭക്ഷിക്കാനുള്ള ആഗ്രഹം എന്താണ് ബുഭുക്ഷയാണ് കേട്ടോ, ബുഭുക്ഷ. ഇനി അടുത്തത് പക്ഷിക്കൂട് എന്ന പദത്തിന്റെ പര്യായ പദം ചുവടെ നൽകിയിരിക്കുന്നവരിൽ നിന്നും കണ്ടെത്തണം. എന്താണ് പക്ഷിക്കൂട് എന്നതിന്റെ പര്യായ പദം എന്താണ് നീഡമാണ് കേട്ടോ. നീഡജം എന്ന് പറഞ്ഞാൽ എന്താണ് നീഡജം എന്ന് പറഞ്ഞാൽ എന്താണ് നീഡജം എന്ന് പറഞ്ഞാൽ പക്ഷിയാണ് കേട്ടോ. നീഡം എന്ന് പറഞ്ഞാൽ പക്ഷിക്കൂടും നീഡജം എന്ന് പറഞ്ഞാൽ എന്താണ് വെറും പക്ഷിയുമാണ്. അത് തെറ്റിപ്പോവരുത് കേട്ടോ. നീഡം എന്ന് പറഞ്ഞാൽ പക്ഷിക്കൂടും നീഡജം എന്ന് പറഞ്ഞാൽ എന്താണ് പക്ഷിയുമാണ്. വാക് പ്ലസ് വാദം ചേർത്ത് എഴുതിയാൽ എന്ത് വരും വാക് പ്ലസ് വാദം വാഗ്വാദം എന്ന് വരും കേട്ടോ, വാഗ്വാദം. അമരം എന്നതിൻ്റെ വിപരീത പദം എന്താണ് അണിയം എന്നാണ് കേട്ടോ, അണിയം. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ നിന്ന് പഴഞ്ചൊല്ല് കണ്ടെത്തുക. എന്താണ് അധികമായാൽ അമൃതും വിഷമാണ് എന്നത് എന്താണ് പഴഞ്ചൊല്ലാണ് അല്ലേ. ഭഗീരഥ പ്രയത്നം എന്ന് പറഞ്ഞാൽ എന്താണ് അതൊരു ശൈലിയാണ്. ഇതെന്താണ് ഇതൊരു കടങ്കഥയാണ് അല്ലേ. അപ്പം ഇവിടെ പഴഞ്ചൊല്ലായിട്ട് വരുന്നത് എന്താണ് ഉള്ളൂ അധികമായാൽ അമൃതും വിഷമാണ്. ശരി ഉത്തരം തിരഞ്ഞെടുക്കുക. താ വഴി അമ്മ വഴി എന്നൊക്കെ നമ്മൾ പറയത്തില്ല, അത് തായ് പ്ലസ് വഴി അമ്മ വഴി തായ് വഴി താ വഴി. ചേർത്തെഴുതിയാൽ ശ്രദ്ധിക്കണം, തായ് വഴി എന്നല്ല എഴുതേണ്ടത് താ വഴി എന്നാണ് കേട്ടോ, നമുക്ക് തെറ്റിപ്പോവും. താ വഴി താ വഴി തായ് പ്ലസ് വഴി എന്നാണ് പിരിച്ചെഴുതുക, പക്ഷെ അത് ചേർത്തെഴുതിയാൽ എന്താണ് വരിക താ വഴിയാണ് കേട്ടോ, തായ് വഴി എന്ന് തെറ്റിച്ചെഴുതരുത്. പെങ്ങൾ എന്ന വാക്ക് ഏത് വചനമാണെന്ന് കണ്ടെത്തുക. ആർമാർക്കൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, ബഹുവചന പ്രത്യയം എന്ന് പറയാറുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഒരു ഇള്ളൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ബഹുവചനമാണെന്ന് വിചാരിക്കും. പെങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് സിസ്റ്ററിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത് പെങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണ് അത് ഏകവചനം. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം നമുക്ക്. ആദ്യത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ ശരിയായവ ഏതെല്ലാമാണെന്ന് കണ്ടെത്തണം. ഒന്നാമത്തെ പദം ശരിയാണോ അടിമത്തം ശരിയാണോ ശരിയാണ് അല്ലെ, അടിമത്തം ശരിയാണ്. ഐശ്ചികം ശരിയാണോ ശരിയല്ല, ഐച്ഛികം എന്ന് പറയുന്നത് തെറ്റായ പദമാണ്. എങ്ങനെയാണത് ശരിയാക്കി എഴുതുക ഐച്ഛികം എന്നാണ് ശരിയാക്കി എഴുതുന്നത്, ഐച്ഛികമാണ് കേട്ടോ. എന്താണ് ഐച്ഛികം എന്ന് പറഞ്ഞാൽ എന്താണ് ഐച്ഛിക വിഷയം എന്നൊക്കെ കേട്ടിട്ടില്ല, എന്താണ് ഓപ്ഷണൽ സബ്ജക്റ്റ്, ഓപ്ഷണൽ. അതായത് ഐച്ഛികം എന്ന് പറഞ്ഞാൽ എന്താണ് ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുക്കുന്നത് എന്നാണ് അർത്ഥം വരുന്നത്. അതുകൊണ്ടാണ് ഓപ്ഷണൽ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുക്കുന്ന വിഷയം, ഓപ്ഷണൽ സബ്ജക്റ്റ്. അപ്പം അത് തെറ്റാണ്. ഇനി അടുത്ത പദം ശരിയാണോ ആജാനബാഹു ശരിയാണോ, അതും ശരിയല്ല. ആജാനബാഹു അല്ല ആജാനുബാഹു ആണ് കേട്ടോ, ജാനു എന്ന് വേണമായിരുന്നു, ആ ജാനുബാഹു ആണ്. എന്താണ് ആജാനുബാഹു എന്ന് പറഞ്ഞാൽ എന്താണ് കൈയിൻ്റെ വിരലുകൾ കാൽമുട്ട് വരെ എത്തുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത് ആജാനുബാഹു എന്ന് പറയുന്നത്. വീരൻ എന്നൊക്കെ ഉള്ള അർത്ഥത്തിലാണത് ഉപയോഗിക്കുന്നത്. ജാനു എന്ന് പറഞ്ഞാൽ എന്താണ് കാൽമുട്ട് എന്നാണ് അർത്ഥം വരുന്നത്. ബാഹു എന്ന് പറഞ്ഞാൽ എന്താണ് കയ്യ, അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഓക്കെ, അപ്പം അതും എന്താണ് തെറ്റായ പദമാണ്. അപ്പം അത് ശ്രദ്ധിക്കണം. ആ ജാനുബാഹുവാണ്, ആ എന്നും വേണം ജാനു എന്നും വേണം, എങ്കിലത് ശരിയാവത്തുള്ളൂ. ഓക്കെ, അപ്പം അതും തെറ്റാണ്. അപ്പം ഇവിടെ ശരിയായത് ഏത് മാത്രമേ ഉള്ളൂ ഒന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഉത്തരം എന്താണ് വരുന്നത് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളിൽ ശരിയായ പ്രയോഗം ഏതാണ്. അധ്യാപകൻ പഠിക്കാത്തതിന് കുട്ടിയെ ശകാരിച്ചു. അധ്യാപകൻ പഠിക്കാത്തതിന് എന്തിനെ കുട്ടിയെ ശകാരിക്കണം, അത് തെറ്റല്ലേ. പഠിക്കാത്തതിന് അധ്യാപകൻ കുട്ടിയെ ശകാരിച്ചു. സി നോക്കുക, പഠിക്കാത്തതിന് കുട്ടിയെ അധ്യാപകൻ ശകാരിച്ചു. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്ന ശൈലിയുടെ മികച്ച മലയാള വിവർത്തനം ഏതാണെന്ന് കണ്ടെത്തണം. ലിറ്റിൽ ഡ്രോപ്സ് ഓഫ് വാട്ടർ മേക്ക് ദ മൈറ്റി ഓഷ്യൻ. നമുക്കറിയാവുന്ന സംഭവമാണ്. എന്താണ് പല തുള്ളി പെരുവെള്ളം. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. താഴെ പറയുന്നവയിൽ പർവ്വതത്തിന് പര്യായ പദം അല്ലാത്തത് ഏതാണെന്ന് കണ്ടെത്തണം. ഗിരി എന്ന് പറയുന്നത് പർവ്വതത്തിൻ്റെ പര്യായ പദമല്ലേ. നഖം അല്ലേ. ശൈലം, ശൈലവും എന്താണ് പർവ്വതത്തിന് പര്യായമാണ്. അപ്പം ചലമാണ് പർവ്വതത്തിന് പര്യായപദമല്ലാത്തത്. അപ്പം പർവ്വതത്തിൻ്റെ പര്യായപദങ്ങൾ നമുക്കൊന്ന് നോക്കാം. അജലം, അജലമാണ് പർവ്വതത്തിൻ്റെ പര്യായപദം, അല്ലാതെ ചലമല്ല കേട്ടോ. അതാണ് കൺഫ്യൂസിംഗ് ആയിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത്. അജലം, ഗിരി, നഖം, ശൈലം, അദ്രി, ഇതൊക്കെ എന്താണ് പർവ്വതത്തിൻ്റെ പര്യായപദങ്ങളാണ്. ഓക്കെ, ഓർത്തിരിക്കുക പർവ്വതത്തിൻ്റെ പര്യായപദങ്ങൾ എന്തൊക്കെയാണ് അജലം, അദ്രി, ഗിരി, നഖം, ശൈലം. അടുത്തത്,
ജംഗമം എന്ന പദത്തിന്റെ വിപരീത പദം എന്താണ്? സ്ഥാവരം അല്ലെ? സ്ഥാവരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരിടത്തുനിന്ന് മാറാതെ അവിടെ തന്നെ നിൽക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ഥാവരം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആണ് എന്ത്? ജംഗമം. അടുത്തത് കർഷകൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം എന്താണ്? കർഷകയാണ് കേട്ടോ. കർഷകയാണ് അതിന്റെ സ്ത്രീലിംഗമായിട്ട് വരുന്നത്. അടുത്തത് കയ്യാടിയെങ്കിലേ വായാടു എന്ന ശൈലി ദ്യോതിപ്പിക്കുന്ന അർത്ഥം എന്താണ്? കൈയും വായും ഒരുമിച്ച് പ്രവർത്തിക്കണം, അല്ല, പ്രവൃത്തി ചെയ്തെങ്കിലേ ഉപജീവനത്തിന് വഴിയുണ്ടാകും. അതാണ് കയ്യാടിയെങ്കിലേ വായാടു എന്ന് പറയുന്നത്. കൈകൊണ്ട് പണിയെടുത്താലേ വായിലോട്ട് വല്ലതും പോകത്തുള്ളെന്ന്. വിണ്ടലം എന്ന പദത്തിനെ പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? വിൺ അധികം തലം. കഞ്ചത്തോട് നേരായ മിഴിയുള്ളവൾ എന്നതിൻ്റെ ശരിയായ സമാസം എന്താണ്? കഞ്ചനേർ മിഴി എന്നാണ് കേട്ടോ. കഞ്ചനേർ മിഴി എന്നാണ് ശരിയായ പദമായിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കൂ. താഴെ കൊടുത്തിരിക്കുന്നതിൽ സമാന പദം അല്ലാത്തത് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അങ്ങാടി മാർക്കറ്റ്. കമ്പോളം ശരിയാണ്. ആ പണകവും എന്ത് തന്നെയാണ്? അത് തന്നെയാണ്. പക്ഷെ തെരുവ് എന്തല്ല? മാർക്കറ്റ് അല്ലല്ലോ. ഒരു മാർക്കറ്റിനെ നമ്മൾ തെരുവ് എന്ന് പറയില്ലല്ലോ. അങ്ങാടി, കമ്പോളം എന്നൊക്കെയേ പറയത്തുള്ളൂ. അപ്പം ഇതിൽ സമാനമല്ലാത്ത പദം ഏതാണ്? തെരുവാണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. സമാനമല്ലാത്ത പദം ഏതാണ്? ഓപ്ഷൻ ഡി, തെരുവാണ്. ബാക്കിയെല്ലാം അങ്ങാടി എന്നതിൻ്റെ സമാന പദങ്ങളാണ്. തെരുവ് എന്താണ്? അങ്ങാടിയല്ല. അടുത്ത ചോദ്യപേപ്പർ നോക്കാം. ശരിയായ പദം തിരഞ്ഞെടുക്കുക. ആരോഗ്യ ശരീരം, അരോഗ ശരീരം, ആരോഗ്യ ശരീരം, അരോഗ ശരീരം. ഇതിലേതാണ് ശരിയായിട്ട് വരുന്നത്? അരോഗ ശരീരമാണ് ശരിയായിട്ട് വരുന്നത്. അരോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗമില്ലാത്ത എന്നാണ് അർത്ഥം വരുന്നത്. അപ്പൊ അരോഗ ശരീരം എന്ന് പറഞ്ഞാൽ രോഗമില്ലാത്ത ശരീരം. ആരോഗ്യ ശരീരം എന്ന് നമ്മൾ പറയാറില്ല. ആരോഗ്യമുള്ള ശരീരം എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. പോട്ടെ പ്ലസ് അവൻ ചേർത്തെഴുതിയാൽ എന്താണ് വരുന്നത്? പോട്ടവൻ, പോട്ടേയവൻ. ഏതാണ് വരുന്നത്? അതോ രണ്ടും വരുമോ? രണ്ടും വരും. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. 1ഉം 2ഉം ശരിയാണ്. പോട്ടവനാണ് വരുന്നതെങ്കിൽ, ചേർത്തെഴുതുമ്പോൾ പോട്ടവനാണ് വരുന്നതെങ്കിൽ അത് ഏത് സന്ധിക്ക് ഉദാഹരണമാണ്? ലോഭസന്ധിക്ക് ഉദാഹരണമാണ്. അവിടെ ലോപിക്കുന്നുണ്ട്, അതുകൊണ്ട് ലോഭസന്ധിക്ക് ഉദാഹരണമാണ്. ഇനി പോട്ടയവനാണ് വരുന്നതെങ്കിലോ അത് ഏത് സന്ധിക്ക് ഉദാഹരണമാണ്? ആഗമ സന്ധിക്ക് ഉദാഹരണമാണ്. യാ അല്ലെങ്കിൽ വ ആഗമിച്ചാൽ അത് ഏത് സന്ധിയാണ് വരുന്നത്? ആഗമ സന്ധിയാണ് വരുന്നത്. അടുത്ത ചോദ്യം പിരിച്ചെഴുതാനാണ്. കാട്ടിനേൻ എങ്ങനെയാണ് പിരിച്ചെഴുതുക? കാട്ടി പ്ലസ് ഏനാണ് പിരിച്ചെഴുതിയ വരുന്നത് കേട്ടോ. ഇത് ഏത് സന്ധിക്ക് ഉദാഹരണമാണ്? കാട്ടിനേൻ. അപ്പോൾ ഏത് സന്ധിയാണ് വരുന്നത്? ആഗമ സന്ധിയാണ് വരുന്നത്. പക്ഷെ ഇവിടെ നോക്കൂ, യാ അല്ലെങ്കിൽ വാ ഇവിടെ ആഗമിച്ചിട്ടുണ്ടോ? ഇവിടെ ആഗമിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണത് ആഗമസന്ധി ആവുന്നത്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് യാ അല്ലെങ്കിൽ വാ ആഗമിച്ചാലേ അതെന്താവുകയുള്ളൂ? ആഗമസന്ധി ആവത്തുള്ളൂ. പക്ഷെ ചില സന്ദർഭങ്ങളിൽ മറ്റു വർണ്ണങ്ങളും സ്വരസംയോഗത്തിൽ ആഗമിക്കാറുണ്ട്. അങ്ങനെ ഒരു സംഭവത്തിന് ഉദാഹരണമാണ് ഈ ഒരു ചേർത്തെഴുതെന്ന് പറയുന്നത്. ഇവിടെ നോക്ക്, കാട്ടിനേൻ. നേ എങ്ങനെ നമുക്ക് പിരിച്ചെഴുതാം? ന പ്ലസ് എ എന്ന് എഴുതിക്കൂടെ? അപ്പം ഇവിടെ എന്താണ് ആഗമിച്ചിരിക്കുന്നത്? നായല്ലേ ഇവിടെ ആഗമിച്ചിരിക്കുന്നത്. യായും അല്ല വായുമല്ല, നായാണ് ആഗമിച്ചിരിക്കുന്നത്. പക്ഷെ ചില സന്ദർഭത്തിൽ അങ്ങനെ മറ്റ് അക്ഷരങ്ങളും ആഗമിക്കാറുണ്ട്. അതുകൊണ്ട് ഇത് എന്തിന് ഉദാഹരണമാണ്? ആഗമ സന്ധിക്ക് ഉദാഹരണമാണ്. അടുത്ത ചോദ്യം, തെറ്റില്ലാത്ത വാക്യം തിരഞ്ഞെടുത്ത് എഴുതണം. ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഭാരതീയർ എല്ലാവരും സ്നേഹാദര ഭാവത്തോടു കൂടി വർത്തിക്കണം. സ്നേഹാദര ഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്നേഹവും ആദരവും എന്നാണ് അല്ലേ? സ്നേഹവും ആദരവും. അപ്പം അതാണ് ശരിയായിട്ടുള്ള വാക്യം എന്ന് പറയുന്നത്. ഓപ്ഷൻ എയിൽ എന്താണ് തെറ്റ് വരുന്നത്? സ്നേഹോദര ഭാവം എന്നാണ് വരുന്നത്. അത് വേണമെങ്കിൽ സ്നേഹവും ഉദാരവുമായിരുന്നെങ്കിൽ എങ്കിലും അത് ശരിയാവത്തില്ല. സ്നേഹോദാര ഭാവം എന്ന് സ്നേഹോദാര ഭാവം എന്ന് വേണമായിരുന്നു. അപ്പം അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് ഇതെന്താണ്? ഇത് തെറ്റാണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, നോ ആക്ഷൻ സീംസ് ടു ബി കോൾഡ് ഫോർ ഓൺ അവർ പാർട്ട് എന്നതിന് യോജിച്ച മലയാള വിവർത്തനം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നടപടി എടുക്കേണ്ടതായി തോന്നുന്നില്ല. അടുത്തത്, തേൻ എന്ന അർത്ഥം വരുന്ന പദം ഏതാണ്? മധു എന്നൊരർത്ഥമുണ്ട് അല്ലേ? പിന്നെ എന്താണ് തേൻ എന്നതിന്
പര്യായ പദമായിട്ട് വരുന്നത്? മധൂലി ഉണ്ട് കേട്ടോ, മധൂലി. മധു നമുക്കറിയാവുന്നതാണ്, പക്ഷെ അതുപോലെ തന്നെ മറ്റൊരു പര്യായ പദമാണ് മധൂലി എന്ന് പറയുന്നത്. അപ്പം മധുപം എന്ന് പറഞ്ഞാൽ എന്താണ്? മധുപാനം ചെയ്യുന്ന ആള് ആരാണ്? വണ്ടാണ് അല്ലെ. അപ്പം മധുപം എന്ന് പറഞ്ഞാൽ എന്താണ്? വണ്ടാണ് കേട്ടോ, വണ്ട്. അപ്പം മധു എന്ന് പറഞ്ഞാൽ തേന്, മധൂലി എന്ന് പറഞ്ഞാൽ തേനാണ്. അതുപോലെ തന്നെ മരന്തം എന്ന് പറഞ്ഞാൽ തേനാണ്, മകരന്തം എന്ന് പറഞ്ഞാൽ തേനാണ്, മാക്ഷികം, മധൂളം, മധൂലി, മാധ്വി, ഇതെല്ലാം എന്താണ്? തേനിൻ്റെ മറ്റു പര്യായ പദങ്ങളാണ്. മധു തേന്, മധുപം എന്താണ്? വണ്ട്. ഓക്കെ. കൊത്തിക്കൊണ്ട് പറക്കാനും വയ്യ, ഇട്ടേച്ചു പോകാനും വയ്യ എന്നതൊരു സമാന സന്ദർഭത്തിൽ പ്രയോഗിക്കാവുന്ന മറ്റൊരു പഴഞ്ചൊല്ല് ഏതാണ്? മധുരിച്ചിട്ട് തുപ്പാനും മേല, കഴിച്ചിട്ട് ഇറക്കാനും മേല. എതിർലിംഗം എഴുതുക. ചെട്ടിച്ചി. ചെട്ടിച്ചി എന്നതിൻ്റെ എതിർലിംഗം എന്താണ്? നമ്മൾ ഗൂഗിൾ ചെയ്യുന്ന സമയത്ത് ചെട്ടി എന്നാണ് വരുന്നത് കേട്ടോ. പക്ഷേ ഈ ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്തിട്ടാണ് ഉള്ളത്. 98ാമത്തെ ഉത്തരം ഇവർ ക്യാൻസൽ ചെയ്തിട്ടാണ് ഉള്ളത്. ഓക്കെ. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ചെട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? കച്ചവടം കുലത്തൊഴിലായിട്ടുള്ള ജാതി, ആ ജാതിയിൽപ്പെട്ട ആളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ചെട്ടി എന്ന് പറയുന്നത്. ഈ ചെട്ടി ജാതിയിൽപ്പെട്ട സ്ത്രീയാണ് നമ്മൾ എന്ത് പറയുന്നത്? ചെട്ടിച്ചി എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ചെട്ടിയാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെട്ടി എന്നതിൻ്റെ പുല്ലിംഗ ബഹുവചനമാണ് ചെട്ടിയാർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ചെട്ടിച്ചിയുടെ എതിർലിംഗം എന്താണ്? ചെട്ടിയാണ് കേട്ടോ. അടുത്തത് ഇതുപോലെയുള്ള കുറച്ച് പുല്ലിംഗ സ്ത്രീലിംഗം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. ചാക്യാർ ഇല്ലോടമ്മ, മാടമ്പി കെട്ടിലമ്മ, മാരാർ മാരാസ്യാർ, വാര്യർ വാരസ്യാർ. മാരാസ്യാർ അല്ല, മാരസ്യാർ ആണ് കേട്ടോ. വാര്യർ വാരസ്യാർ. പിഷാരടി പിഷാരസ്യാർ. പുലയൻ പുലയച്ചിയാണ് കേട്ടോ, പുലയച്ചി. പണിക്കൻ പണിക്കത്തിയാണ് കേട്ടോ, പണിക്കത്തി. ഇനി അടുത്ത ചോദ്യം നോക്കാം. മഞ്ഞ പട്ടുടുത്തവൻ എന്ന അർത്ഥം വരുന്ന പദം ഏതാണ്? മഞ്ഞ എന്ന് പറഞ്ഞാൽ എന്താണ്? പീതമാണ് അല്ലെ. പീതാംബരനാണ് മഞ്ഞ പട്ടുടുത്തവൻ. അതാരാണ് നമ്മൾ പറയാറ്? ശ്രീകൃഷ്ണനെയാണ് നമ്മൾ അങ്ങനെ പറയാറ് അല്ലെ. ഇനി അടുത്തത് ധൃതി എന്ന അർത്ഥത്തിൽ, ധൃതി എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ധൃതി നമുക്കറിയാം, തിടുക്കമുണ്ട്, വേഗവുമുണ്ട്. അപ്പം 3ഉം 4ഉം ആയിരിക്കും ഉത്തരം വരുന്നത്. ആണോ? അല്ല. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ധൃതി എന്ന് പറഞ്ഞാൽ ഉറപ്പ് എന്നുമുണ്ട്, സ്ഥൈര്യം എന്നുമുണ്ട്. സ്ഥൈര്യം എന്ന് പറഞ്ഞാൽ ഉറപ്പ് തന്നെയാണ്. ഓക്കെ. അപ്പം ഇതെല്ലാം ധൃതിയുടെ അർത്ഥങ്ങളാണ്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ചോദ്യപേപ്പർ നോക്കാം. 71/24 എന്ന ക്വസ്റ്റ്യൻ കോഡുള്ള ചോദ്യപേപ്പറാണ്. ആദ്യത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു വാക്ക് മാത്രമേ ശരിയായിട്ട് എഴുതിയിട്ടുള്ളൂ. അതേതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നിഘണ്ടു ശരിയാണോ? നിഘണ്ടു ഇങ്ങനെയാണ് നമ്മൾ എഴുതുക? അല്ല, നിഘണ്ടു ഇങ്ങനെയാണ് എഴുതുന്നത് അല്ലേ. അപ്പം ആദ്യത്തെ എന്താണ്? തെറ്റാണ്. ലേഖകൻ ശരിയല്ലേ? ശബ്ദം ശരിയാണോ? അല്ല, ശബ്ദത്തിന് ഈ ധായാണ് വരുന്നത്, അതും തെറ്റാണ്. കൃത്യനിഷ്ഠ അത് ശരിയാണോ? അതും തെറ്റാണ്. കാരണം കൃത്യനിഷ്ഠ എങ്ങനെയാണ് എഴുതുക? കൃത്യനിഷ്ഠ അങ്ങനെയാണ് എഴുതുക. ഓക്കെ. അതുപോലെ തന്നെ വരുന്നൊരു വാക്കാണ് കൃത്രിമം. കൃത്രിമം അതും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ശരിയായിട്ടുള്ള വാക്ക് ഏതാണ്? ലേഖകൻ ആണ് കേട്ടോ, ലേഖകൻ. അടുത്ത ചോദ്യം, പൂജക ബഹുവചനത്തിന് ഉദാഹരണം എന്താണ്? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഗുരുക്കൾ. എന്താണ് പൂജക ബഹുവചനം എന്ന് പറയുന്നത്? ബഹുമാനാർത്ഥം ബഹുവചന പ്രത്യയം കൊടുക്കുന്ന വാക്കുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പൂജക ബഹുവചനം എന്ന് പറയുന്നത്. ഇവിടെ ഗുരുക്കൾ എന്ന് പറഞ്ഞാൽ ഒരാളേ ഉള്ളൂ, പക്ഷെ ബഹുമാനാർത്ഥമാണ് നമ്മൾ ആർമാർക്കൾ എന്നാണ് എന്ത്, ഇതൊക്കെയാണ് എന്ത് ബഹുവചന പ്രത്യയങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബഹുവചന പ്രത്യയം നമ്മളിവിടെ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ബഹുവചനം ആയതുകൊണ്ടല്ല, ഈ ഒരു നാമം ബഹുവചനം ആയതുകൊണ്ടല്ല നമ്മൾ കൊടുക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ കൊടുക്കുന്നത്? ബഹുമാനാർത്ഥം നമ്മൾ ബഹുവചന പ്രത്യയം കൊടുക്കുന്നതാണ്. ഈ കുറച്ച് എക്സാമ്പിൾ നമുക്കൊന്ന് നോക്കാം. വൈദ്യർ അല്ലെ, വൈദ്യർ എന്ന് പറഞ്ഞാൽ ഒരു വൈദ്യനേ ഉള്ളൂ, പക്ഷെ ബഹുമാനാർത്ഥം നമ്മൾ എന്ത് പറയുകയാണ്? വൈദ്യർ എന്ന് പറയുകയാണ്. അതുപോലെ തന്നെ ഭാഗവതർ, വാദ്യർ, ആചാര്യർ, ഗുരുക്കൾ, തമ്പ്രാക്കൾ, തിരുവടികൾ, സ്വാമികൾ, ഇതൊക്കെ എന്താണ്? ഏകവചനമാണ്, പക്ഷെ ബഹുമാനാർത്ഥം നമ്മൾ എന്ത് കൊടുത്തിരിക്കുന്നു? ബഹുവചന പ്രത്യയം കൊടുത്തിരിക്കുന്നു. അങ്ങനെ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പൂജക ബഹുവചനം എന്ന് പറയുന്നത്. അടുത്തത്, പുത്രൻ എന്ന പദത്തിന്റെ പര്യായ പദം അല്ലാത്തത് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ജനകൻ പുത്രന്റെ പര്യായ പദമാണോ? അല്ല.
തനയൻ ആണോ? അതെ. ആത്മജൻ അതെ. തനുജൻ അതെ. അപ്പോൾ പര്യായപദം അല്ലാത്തത് ഏതാണ്? ജനകനാണ്. ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരമായിട്ട്. അപ്പോൾ പുത്രൻ്റെ 1-2 പര്യായ പദങ്ങൾ നമ്മളിവിടെ പഠിച്ചു. ഇതുപോലെ നമുക്ക് പുത്രിയുടേതും കൂടെ അങ്ങ് പഠിച്ചു വെക്കാം. എളുപ്പമാണ്. പുത്രൻ, പുത്രി. സുധൻ, സുധ. സുധ എന്ന് പറഞ്ഞാൽ എന്താണ്? പുത്രിയാണ് കേട്ടോ. തനയൻ, തനയ. തനയ എന്ന് പറഞ്ഞാൽ എന്താണ്? പുത്രിയാണ്. അപ്പം ഇതിൽ നിന്ന് തന്നെ നമുക്ക് എന്തും കിട്ടും? പുത്രിയുടെ പര്യായ പദങ്ങളും കിട്ടും. ആത്മജൻ, ആത്മജ. തനുജൻ, തനുജ. ഓക്കെ. ഇനി ഇതുപോലെ വരുന്ന കുറച്ചൊന്നും നമുക്ക് നോക്കാം. പിതാവ്, മാതാവ്. ജനകൻ, ജനകൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പിതാവാണ് അല്ലേ? അപ്പം അതിനെന്താണ്? അമ്മയ്ക്ക് എന്താണ് പറയുക? മാതാവിന് എന്താ പറയുക? ജനനി. ജനിതാവ്, ജനയിത്രി. ജന്മദാതാവ്, ജനിത്രി. താതൻ, തായ. ഓക്കെ. ഇതൊക്കെ എന്താണ്? നമുക്ക് എളുപ്പത്തിൽ പഠിക്കാനുള്ള വഴികളാണ്. ഇനി പതി, പത്നി. കാന്തൻ, പതിക്ക് പറയുന്ന മറ്റൊരു പര്യായപദമാണ് കാന്തൻ. അപ്പം പത്നിക്ക് പറയുന്നത് എന്താണ്? ഭാര്യയ്ക്ക് പറയുന്നത് എന്താണ്? കാന്ത. ദൈതൻ, ദൈതൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പതിയാണ്. ദൈത എന്ന് പറഞ്ഞാൽ എന്താണ്? പത്നിയാണ്. അമ്മാവൻ, മാതുലൻ. അമ്മായി, മാതുലയുമുണ്ട്, മാതുലിയുമുണ്ട് കേട്ടോ. മാതുലകൻ എന്ന് പറഞ്ഞാലും അമ്മാവനാണ്. മാതുലാനി എന്ന് പറഞ്ഞാൽ എന്താണ്? അമ്മായിയാണ്. ഓക്കെ. ആന, ആനയുടെ പര്യായപദമാണ് എന്ത്? കരി. ഓക്കെ. പിടിയാനയുടെ പര്യായപദമാണ് എന്ത്? കരിണി. അപ്പം അങ്ങനെ കിട്ടുമല്ലോ എളുപ്പത്തിൽ. കരി, കരിണി. ഹസ്തി, ഹസ്തിനി. ഹസ്തിനി എന്ന് പറഞ്ഞാൽ എന്താണ്? പിടിയാനയാണ്. ഹസ്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ആനയാണ് കേട്ടോ. ഇനി പക്ഷിയുടെ ഒരു പര്യായപദമാണ് നീഡജം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം പക്ഷിക്കൂടിൻ്റെ ഒരു പര്യായപദമാണ് നീഡം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം നീഡം എന്ന് പറഞ്ഞാൽ പക്ഷിക്കൂടാണ്. ആ പക്ഷിക്കൂട് താമസിക്കുന്ന ആളാണെന്ത്? പക്ഷി. നീഡജം. ഓക്കെ. ഇനി വണ്ട്. വണ്ട് പറയട്ടെ. തേൻ, തേനിൻ്റെ പര്യായപദമാണ് എന്ത്? മധു. ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ? അപ്പം മധുപാനം ചെയ്യുന്ന ആളാണ് ആര്? വണ്ട് എന്ന് പറയുന്നത്. അപ്പം മധുപം എന്ന് പറഞ്ഞാൽ ആരാണ്? വണ്ടാണ്. ഓക്കെ. ഇപ്പം ഇങ്ങനെ ചെറിയ കണക്ഷൻസ് വെച്ചിട്ട് നമുക്ക് പര്യായപദങ്ങളൊക്കെ ഈസി ആയിട്ട് ഓർത്തിരിക്കാൻ പറ്റും. ഇനി അടുത്ത ചോദ്യം നോക്കൂ. തീ പ്ലസ് കനൽ എന്നത് ചേർത്തെഴുതിയാൽ എന്താണ് വരിക? തീക്കനൽ എന്നാണ് വരിക. ഇത് ഏത് സന്ധിക്ക് ഉദാഹരണമാണ്? നമ്മുടെ ദ്വിത്വസന്ധിക്ക് ഉദാഹരണമാണ് കേട്ടോ. ദ്വിത്വസന്ധിക്ക് ഉദാഹരണമാണ്. രാജാവും ഋഷിയുമായവൻ, ഇതിൻ്റെ ഒറ്റപ്പദം എന്താണ്? രാജർഷിയാണ് കേട്ടോ. രാജർഷിയാണ്. രാജർഷി എന്ന് പറഞ്ഞാൽ എന്താണ്? രാജാവും ഋഷിയുമായവൻ അല്ലേ? ഭക്തിയും തപസ്സും കൊണ്ട് ഋഷി തുല്യനായ രാജാവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? രാജർഷി എന്ന് പറയുന്നത്. ഓക്കെ. അതായത് രാജാവും ഋഷിയും കൂടി ആയ ആളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? രാജർഷി എന്ന് പറയുന്നത്. ഓക്കെ. സുതൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം എഴുതുക. കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു? സുതൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പുത്രനാണ് അല്ലേ? അപ്പം അതിൻ്റെ പുത്രിക്ക് എന്താ പറയുക? സുധ എന്നാണ് പറയുക. ഓക്കെ. അങ്ങനെ നമുക്ക് എളുപ്പത്തിൽ പഠിച്ചു വെക്കാം. അടുത്തത് 800 എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? n + 100 എന്നാണ് പിരിച്ചെഴുതുന്നത്. ഇത് ഏത് സന്ധിക്ക് ഉദാഹരണമാണ്? ആദേശസന്ധിക്ക് ഉദാഹരണമാണ്. കൂപമണ്ഡൂകം എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ലോക വിവരം ഇല്ലാത്തവൻ. മേഘം എന്ന അർത്ഥം വരുന്ന പദം ഏതാണ്? വാരിതമാണ് കേട്ടോ. വാരിതം. വാരിജം എന്ന് പറഞ്ഞാൽ എന്താണ്? വാരിജം. ജം എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം. വാരി എന്ന് പറഞ്ഞാൽ എന്താണ്? വാരി എന്ന് പറഞ്ഞാൽ ജലമാണ് കേട്ടോ. ജലത്തിൻ്റെ പര്യായപദമാണ്. ഈ ജലത്തിൻ്റെ ഈ പര്യായത്തിൻ്റെ കൂടെ ജം ചേർത്താൽ, വാരി ജം എന്ന് ചേർത്താൽ അതെന്ത് വരും? താമരയുടെ പര്യായപദമാകും. കാരണം താമര വെള്ളത്തിലല്ലേ വളരുന്നത്. അപ്പം വെള്ളത്തിൽ വളരുന്നതിനെ നമ്മൾ ജം കൊണ്ട് കാണിക്കുന്നു. വാരിജം. ഓക്കെ. ഇനി വെള്ളം ഉൾക്കൊള്ളുന്നത് ആണ് മേഘം എന്ന് പറയുന്നത് അല്ലേ? അപ്പം അതിനെ നമ്മൾ എങ്ങനെ കാണിക്കും? വാരിതം എന്ന് കാണിക്കും കേട്ടോ. അപ്പം ജലത്തിൻ്റെ പര്യായ പദത്തിൽ നിന്നും നമുക്ക് താമരയുടേതും അതുപോലെ തന്നെ മേഘത്തിൻ്റെയും പര്യായപദങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെ? ജമ്മും ദമ്മും ചേർത്താൽ മതി. ജമ്മാണെങ്കിൽ അത് താമരയുടെ പര്യായപദവും ദമ്മാണെങ്കിൽ അത് മേഘത്തിൻ്റെ പര്യായപദവുമായിരിക്കും. അത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ. അത് നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കും. വെള്ളം. ഓക്കെ. വെള്ളത്തിൻ്റെ പര്യായപദങ്ങളാണ് അമ്പു, നീര്, ഉദകം, ജലം, വാര്, വാരി എന്നുമുണ്ട് കേട്ടോ. വനം. ഇതൊക്കെ എന്താണ്? വെള്ളത്തിൻ്റെ പര്യായപദങ്ങളാണ്. ഇനി താമരയുടെ പര്യായപദം നമുക്ക് എന്ത് കിട്ടും? അവസാനം എന്ത് ചേർത്താൽ മതി? വെള്ളത്തിൻ്റെ പര്യായപദത്തിൻ്റെ കൂടെ എന്ത് ചേർത്താൽ മതി? ജം ചേർത്താൽ മതി അല്ലേ? അപ്പം എന്താണ്? അംബുജം എന്ന് പറഞ്ഞാൽ എന്താണ്? താമര. നീര് വെള്ളമാണ്. അപ്പം നീരജം എന്താണ്? താമരയുടെ പര്യായപദമാണ്. നീരദം എന്താണ്? മേഘത്തിൻ്റെ പര്യായപദമാണ്. അതുപോലെ തന്നെ അംബുദം എന്ന് പറയുന്നത് എന്താണ്? ധം ചേർത്ത് വരുന്ന എന്താണ്? മേഘത്തിൻ്റെ പര്യായപദങ്ങളാണ്.
ഉദകം എന്ന് പറയുന്നത് വെള്ളമാണ്, ഉദജം എന്ന് പറയുന്നത് താമരയാണ്. മേഘത്തിന് അങ്ങനെ ഇല്ല. ജലം, ജലജം, ജലദം. വാര്, വാരി എന്നൊക്കെ ഉണ്ട് വെള്ളത്തിന്. വാരിജം, വാരിധം എന്ന് പറയുന്നത് എന്താണ്? മേഘമാണ്. വനജം എന്ന് പറഞ്ഞാൽ എന്താണ്? താമര. വനധം എന്ന് പറഞ്ഞാൽ എന്താണ്? മേഘം. ഓക്കെ, അപ്പോൾ ഈ മൂന്നിൻ്റെയും പര്യായപദങ്ങൾ നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ട് ഓർത്തിരിക്കാൻ പറ്റും. ഇനി അടുത്ത ചോദ്യം നോക്കാം. ദൃഢം എന്ന പദത്തിൻ്റെ വിപരീത പദം എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ദൃഢം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഓപ്പോസിറ്റ് ശിഥിലമാണ് അല്ലേ. സ്ഥൂലത്തിൻ്റെ ഓപ്പോസിറ്റാണ് എന്ത്? സൂക്ഷ്മം എന്ന് പറയുന്നത്. പേപ്പർ നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പദം ഏതാണ്? കവയിത്രി. ശരിയാണോ? ശരിയാണ്, കവയിത്രി തന്നെയാണ് അല്ലേ. യാദൃശ്ചികം ശരിയാണോ? തെറ്റാണ് അല്ലേ, കാരണം ഇച്ഛ യാദൃശ്ചികം എന്നാണ് വേണ്ടിയിരുന്നത്, അപ്പോൾ ഇത് തെറ്റാണ്. ബാഷ്പാഞ്ജലി ഇത് ശരിയാണോ? തെറ്റാണ്, കാരണം ഇങ്ങനെയായിരുന്നു ഇത് വേണ്ടത്. ഞ ജ എന്നാണ് വേണ്ടിയിരുന്നത്, ഇവിടെ ജ ഞ എന്നാണ് വന്നിരിക്കുന്നത്, അത് തെറ്റാണ്. ബാഷ്പാഞ്ജലിയാണ് ശരിയായിട്ടുള്ള ഉത്തരം. അതിഥി ഇതും തെറ്റാണ്, ആതിഥി എന്നായിരുന്നു വേണ്ടിയിരുന്നത്. ഇനി ഈ അപ്പോൾ ഉത്തരം എന്താണ് വരുന്നത്? കവയിത്രിയാണ് ഇവിടെ ശരിയായിട്ടുള്ള പദമായിട്ട് വരുന്നത്. ഓക്കെ, ഈ യാദൃശ്ചികം പോലെ വരുന്ന കുറച്ച് തെറ്റിക്കുന്ന കുറച്ച് വാക്കുകളുണ്ട് അല്ലേ. യാദൃശ്ചികമല്ല, യാദൃച്ഛികമാണ് കേട്ടോ, യാദൃച്ഛികം. അതുപോലെ നോക്കുക, ഐശ്ചികമല്ല, ഐച്ഛികമാണ്, ഐച്ഛികം. യാദൃച്ഛികം. വിദ്യുത് ശക്തി എങ്ങനെയാണ് ഇതിനെ പിരിച്ചെഴുതുന്നതെന്ന് നോക്കിയേ. വിദ്യുത് ശക്തിനെ പിരിച്ചെഴുതാൻ നമ്മളോട് ചോദിക്കാറുണ്ട്. എങ്ങനെയാണ് പിരിച്ചെഴുതുക? വിദ്യുത് അധികം ശക്തിയാണ് വിദ്യുത് ശക്തിയായിട്ട് വരുന്നത്. അതുപോലെ നിങ്ങൾ നോക്ക്, ജീവച്ഛവമാണ് കേട്ടോ, ജീവച്ഛവം. അത് തെറ്റായിട്ട് നമ്മൾ ജീവച്ഛവം എന്നൊക്കെ പറയാറുണ്ട്. ജീവച്ഛവം അല്ല, ജീവച്ഛവം. ഇച്ഛായാണ് വരുന്നത്, ഇച്ഛായാണ് വരുന്നത്. അതും പിരിച്ചെഴുതുന്നു നോക്ക്. ജീവത് പ്ലസ് ശവമാണ് ജീവച്ഛവമായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കൂ, ഇവിടെ ഏതൊക്കെ തമ്മിലാണ് ചേർന്നേക്കുന്നത്? അവസാനം തായും ഷായുമാണ് വരുന്നതെങ്കിൽ അത് എന്തായിട്ട് മാറും? ച ഇച്ഛായിട്ട് മാറും. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ജീവച്ഛവം എന്ന് വന്നിരിക്കുന്നത്. ഇനി അതേസമയം ശരത് ചന്ദ്രൻ നിങ്ങളൊന്ന് നോക്കുക. ശരത് ചന്ദ്രന് ഇച്ഛായാണ് വരുന്നത് കേട്ടോ, ഇച്ഛായാണ് വരുന്നത്. ഇവിടെ നോക്കുക, എന്താ വന്നിരിക്കുന്നത്? ശരത് പ്ലസ് ചന്ദ്രനാണ്, തായും ചായുമാണ് വന്നിരിക്കുന്നത്. അപ്പം എന്താണ് വരിക? വെറും ഇച്ഛ എന്നാണ് വരിക. ഇപ്പോൾ തായും ഷായുമാണ് വരുന്നതെങ്കിൽ എന്ത് വരും? ഇച്ഛ എന്ന് വരും. ഓക്കെ, അതേപോലെ തന്നെ തായും ചായുമാണ് വരുന്നതെങ്കിൽ അവിടെ എന്ത് വരും? ഇച്ഛ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഈ വാക്കുകൾ ശ്രദ്ധിക്കണം, എപ്പോഴും കൺഫ്യൂസിംഗ് ആയിട്ട് വരുന്ന സംഭവങ്ങളാണ്. അടുത്ത ചോദ്യം നോക്കാം. ഒറ്റപ്പദം എഴുതുക. പൊക്കമുള്ളവൻ. പൊക്കമുള്ളവൻ എന്നതിൻ്റെ ഒറ്റപ്പദമാണ് പ്രാംശു. പ്രാംശു എന്ന് പറഞ്ഞാൽ എന്താണ്? പൊക്കമുള്ളവൻ എന്നാണ് കേട്ടോ. താഴെ പറയുന്നവയിൽ അഗ്നിയുടെ പര്യായ പദം അല്ലാത്തത് ഏതാണ്? അനലൻ അഗ്നിയല്ലേ. അഗ്രിമൻ അഗ്നിയാണോ? അല്ല. അഗ്രിമൻ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠൻ എന്നാണ് അർത്ഥം വരുന്നത് കേട്ടോ. ശ്രേഷ്ഠനാണ് അഗ്രിമൻ എന്ന് പറയുന്നത്. വൈശ്വാനരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതും എന്താണ്? അഗ്നി തന്നെയാണ്. ശിഖി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് മയിൽ എന്നും അർത്ഥമുണ്ട്, അതുപോലെ തന്നെ അഗ്നി എന്നും അർത്ഥമുണ്ട് കേട്ടോ. അപ്പം ഇവിടെ അഗ്നിയുടെ പര്യായ പദം അല്ലാത്തത് ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അഗ്രിമനാണ് കേട്ടോ, അഗ്രിമനാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് ഇവിടെ ഉത്തരം വരുന്നത്. ബാക്കിയെല്ലാം അഗ്നിയുടെ പര്യായ പദങ്ങളാണ്. അനലൻ ഒന്നുകൂടെ നോക്കാം. അനലൻ എന്ന് പറഞ്ഞാൽ അഗ്നിയാണ്, അനലൻ. ഇനി അനിലൻ നമുക്ക് എപ്പോഴും തെറ്റിപ്പോകുന്നൊരു സംഭവമാണ്. അനിലൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വായുവാണ് കേട്ടോ. അനലൻ എന്ന് പറഞ്ഞാൽ അഗ്നിയും അനിലൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വായുവാണ്. വൈശ്വാനരൻ നമ്മൾ പറഞ്ഞു തീയാണ്. ശിഖി എന്ന് പറഞ്ഞാൽ മയിലെന്നും അർത്ഥമുണ്ട്, ദീപം വിളക്ക് എന്ന ആ ഒരു അർത്ഥവും കൂടി വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഇവിടുത്തെ എടുത്തത്. പക്ഷെ അഗ്രിമൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മുമ്പൻ അല്ലെങ്കിൽ ശ്രേഷ്ഠൻ എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ഉത്തരവായിട്ട് വരുന്നത്. തന്നിരിക്കുന്ന പദത്തിന്റെ വിപരീത പദം എഴുതുക. തിക്തം. തിക്തം എന്നതിന്റെ വിപരീത പദം മധുരമാണ് കേട്ടോ, മധുരം. തിക്തം എന്ന് പറഞ്ഞാൽ കയ്പുരസമാണ്, കയ്പുരസം. അപ്പം അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? മധുരം. ഇനി സുചിരം, ഇതിലുള്ളൊരു മറ്റൊരു വാക്കാണ് സുചിരം. സുചിരം എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ കാലം. സുചിരം എന്ന് പറഞ്ഞാൽ വളരെ കാലം എന്നാണ് അർത്ഥം വരുന്നത്. അടുത്തത് ഉപ്പും ചോറും തിന്നുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ഉപ്പും ചോറും തിന്ന് വളർന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? അശ്രിതനായിട്ട് വളർന്നു എന്നാണ്. അശ്രിതനായി കഴിയുക എന്നാണ്. സമാന പദങ്ങൾ കണ്ടെത്തുക. രണ്ട് വാക്ക് ഇവിടെ തന്നിട്ടുണ്ട്, അതിന്റെ സമാന പദങ്ങൾ ഓപ്ഷനിൽ കണ്ടെത്തണം.
ന്യൂനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, കുറവാണ് അല്ലെ. അപ്പൊ കുറവ് വരുന്ന ഏതൊക്കെയുണ്ട്? എ ഉണ്ട്, സി ഉണ്ട്, ഡി ഇല്ല, എയും സിയുമാണ് വരുന്നത് അല്ലെ. ഓക്കെ, ഇനി ന്യൂനം കുറവാന്ന് നമുക്കറിയാം. ന്യൂനം എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂനം എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും എന്നാണ് കേട്ടോ, നിശ്ചയം എന്നാണ്, നിശ്ചയമായിട്ടും ഉറപ്പായിട്ടും. ഓക്കെ, അപ്പം സി അല്ല ഉത്തരം വരുന്നത്, ഓപ്ഷൻ എ ആണ് ഉത്തരം വരുന്നത്. ഇവിടെ ന്യൂനം എന്നതിന് ഉറപ്പെന്നുണ്ട്, പക്ഷെ ആദ്യം കിടക്കുന്നത് ന്യൂനം എന്നതിൻ്റെ കുറവല്ല കിടക്കുന്നത്, അതുകൊണ്ട് ഓപ്ഷൻ ഡി വരത്തില്ല, ഓപ്ഷൻ എ ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. അപ്പം ന്യൂനം എന്ന് പറഞ്ഞാൽ എന്താണ്? കുറവ്. ന്യൂനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉറപ്പായിട്ടും നിശ്ചയമായിട്ടും എന്നൊക്കെ പറയുന്ന അർത്ഥത്തിൽ വരുന്നതാണ്. ഓക്കെ, പുല്ലിംഗ ശബ്ദം എഴുതുക. സ്നുഷ. സ്നുഷ എന്നതിൻ്റെ പുല്ലിംഗ പദം തന്നിരിക്കുന്നവയിൽ ഏതാണ്? സ്നുഷനാണോ? അല്ല, അങ്ങനെ ഒരു പദമേ ഇല്ല. ജാമാതാവാണോ? അതെ, ജാമാതാവാണ് അല്ലെ, ജാമാതാവ്. സ്നുഷയുടെ എതിർലിംഗം എന്താണ്? ജാമാതാവ്. സ്നുഷ എന്ന് പറഞ്ഞാൽ എന്താണ്? മകന്റെ ഭാര്യയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്നുഷ എന്ന് പറയുന്നത്. മരുമകളെയാണ് സ്നുഷ എന്ന് പറയുന്നത്. ജാമാതാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? മകളുടെ ഭർത്താവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജാമാതാവ് എന്ന് പറയുന്നത്. അപ്പൊ സ്നുഷയുടെ എതിർലിംഗം എന്താണ്? ജാമാതാവാണ്. ഓക്കെ, അപ്പം ഈ ഓപ്ഷനിൽ കുറച്ച് ദൗഹിത്രനും ഭാഗിനേയനൊക്കെ തന്നിട്ടുണ്ട്, അതെന്താണെന്നും കൂടെ നമുക്ക് നോക്കാം. സ്നുഷ നമുക്ക് കൺഫ്യൂഷൻ ആവും. സ്നുഷയാണോ ജാമാതാവാണോ സ്ത്രീലിംഗം എന്ന് നമുക്ക് കൺഫ്യൂഷൻ വരാം. സ്നുഷയാണ് മരുമകൾ കേട്ടോ. കാരണം നമ്മളിങ്ങനെ ഓർത്ത് വെച്ചാൽ നമ്മുടെ സിനിമാ നടി സനുഷയെ നമുക്കറിയത്തില്ലേ, ഒരു ചന്ദ്രകല ഒഴിവാക്കിയത് സനുഷയായിട്ട് മാറത്തില്ലേ. അപ്പം അത് പെൺകുട്ടി ആയതുകൊണ്ട് നമുക്കങ്ങനെ സ്നുഷ എന്ന് പറയുന്നത് സ്ത്രീലിംഗമാണ് അങ്ങനെ ഓർത്തിരിക്കാം. കാരണം ഇവിടെ ജാമാതാവ് എന്ന് വരുമ്പോൾ അത് സ്ത്രീലിംഗമാണോ എന്ന് നമുക്ക് സംശയം വരും. ഇത് എതിർലിംഗമാണെന്ന് അറിഞ്ഞാൽ പോലും ഏതാണെന്നൊരു കൺഫ്യൂഷൻ വരും. അപ്പം ഇങ്ങനെ നിങ്ങൾക്കൊന്ന് ഓർത്തിരിക്കാം. ഇനി ഓപ്ഷനിൽ ഉണ്ടായിരുന്നതാണ് ദൗഹിത്രൻ. ദൗഹിത്രൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മകളുടെ മകനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദൗഹിത്രൻ. അപ്പൊ അതിന്റെ എതിർലിംഗം എന്താണ്? ദൗഹിത്രി. ദൗഹിത്രി എന്ന് പറഞ്ഞാൽ എന്താണ്? മകളുടെ മകൾ. ഓക്കെ, ഇനി ഭാഗിനേയൻ ഉണ്ടായിരുന്നു. ഭാഗിനേയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സഹോദരിയുടെ മകൻ. അനന്തരവൻ എന്നതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഭാഗിനേയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സഹോദരിയുടെ മകൻ. അപ്പൊ അതിന്റെ എതിർലിംഗം എന്താണ്? ഭാഗിനേയി, അതായത് സഹോദരിയുടെ മകൾ. അപ്പം തെറ്റിപ്പോവരുത്. സ്നുഷ ജാമാതാവ്, ദൗഹിത്രൻ ദൗഹിത്രി, ഭാഗിനേയൻ ഭാഗിനേയി. അടുത്ത ചോദ്യം നോക്കാം. വാക്യം ചേർത്ത് എഴുതുക. 2 സെന്റൻസ് ഇവിടെ തന്നിട്ടുണ്ട്, അത് നമ്മൾ ചേർത്ത് എഴുതണം. ആദ്യത്തെ സെന്റൻസ് ആശയ്ക്ക് വിശക്കുന്നുണ്ടായിരുന്നു. രണ്ടാമത്തെ സെന്റൻസ് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ യാതൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഓപ്ഷൻ എ നോക്കാം. ആശയ്ക്ക് വിശക്കുന്നുണ്ടായിരുന്നുവെങ്കിലും വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ യാതൊന്നുമില്ലായിരുന്നു. ഇത് ശരിയായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പം നിങ്ങൾ ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം കൊടുത്തിരിക്കുന്നതും. ജസ്റ്റ് വേണമെങ്കിൽ ആ ഓപ്ഷൻസ് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഞാൻ വായിച്ച സമയം കളയുന്നില്ല. ഓപ്ഷൻ എ തന്നെയാണ് ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത്. ഓക്കെ, അപ്പം ഈ ചോദ്യപേപ്പറും കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ആദ്യത്തെ ചോദ്യം, വിഹഗം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വിഹഗം എന്ന് വെച്ചാൽ എന്താണ്? വിഹഗം എന്ന് പറഞ്ഞാൽ പക്ഷിയാണ് കേട്ടോ, പക്ഷി. പക്ഷിയുടെ മറ്റു 2 പര്യായ പദങ്ങളാണ് പതംഗം, ഗഗം. അപ്പം നിങ്ങൾക്ക് ഇത് ഓർത്തിരിക്കാൻ കുറച്ചൊരു എളുപ്പം ഉണ്ടാവും അല്ലേ. ഒരേപോലെയാണ് വരുന്നത്. വിഹഗം, പതംഗം, ഗഗം. ഓക്കെ, ഗം 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 എന്ന് വരുന്നത് ആരാണ്? പക്ഷിയാണ് കേട്ടോ. എന്തൊക്കെയാണ്? വിഹഗം, പതംഗം, ഗഗം. ഇതൊക്കെ പക്ഷിയുടെ പര്യായ പദങ്ങളാണ്. പ്രത്യേകം എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? പ്രതി പ്ലസ് ഏകം. വെവ്വേറെ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ യൂസ് ചെയ്യത്തില്ലേ പ്രത്യേകം എന്ന പദം. ഓക്കെ, അപ്പൊ വെവ്വേറെ, ഓരോന്നായി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. അപ്പം പ്രതി പ്ലസ് ഏകമാണ് പ്രത്യേകം എന്ന് പറയുന്നത്. സ്വാശ്രയം എന്ന വാക്കിന്റെ വിപരീത പദം എന്താണ്? പരാശ്രയം അല്ലെ, പരാശ്രയം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ വാക്യം ഏതാണെന്ന് നോക്കണം. ഏകദേശം 1000ഓളം പേർ. അത് തന്നെ തെറ്റല്ലേ? ഏകദേശം എന്ന് പറയുമ്പോൾ തന്നെ 1000ഓളം പേർ എന്ന് വരും അല്ലേ. പിന്നെയും അത് ഏകദേശം 1000ഓളം, ഓളം എന്ന വാക്ക് ചേർക്കുന്നത് റിപ്പീറ്റേഷൻ ആണ്. ഓക്കെ, ഏകദേശം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? 1000ഓളം എന്ന് വരുന്നുണ്ടല്ലേ. പിന്നെയും എന്താണ്? ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു? ഏകദേശം ഒഴിവാക്കണമായിരുന്നു. അല്ലെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു? അവസാനമുള്ള ഓളം എന്നുള്ള വാക്ക് ഒഴിവാക്കണമായിരുന്നു. അപ്പം ഇത് രണ്ടും കൂടെ വന്നുകൊണ്ട് ഇവിടെ എന്താണത്? റിപ്പീറ്റേഷൻ ആണ്. ഇനി അടുത്തത് ഉദ്ദേശം 1000ഓളം. ഇവിടെ സെയിം സംഭവം തന്നെ, റിപ്പീറ്റേഷൻ ആണ് വരുന്നത്. ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ ഏകദേശം എന്നുള്ള അർത്ഥമല്ലേ. പിന്നെയും ഓളം എന്ന് ചേർത്താൽ അത് വീണ്ടും റിപ്പീറ്റേഷൻ ആണ്, അതിൻ്റെ ആവശ്യമില്ല. ഇനി അടുത്തത് നോക്കൂ. ഏകദേശം 1000 പേർ.
ഇപ്പോൾ ഓക്കെയാണ്, കാരണം ഏകദേശം 1000 പേർ, 1000-ഓളം എന്ന് പറഞ്ഞ് വീണ്ടും ഒരു റിപ്പീറ്റേഷൻ. ഓളം എന്ന വാക്ക് ഏകദേശം എന്ന അർത്ഥത്തിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും അത് റിപ്പീറ്റേഷൻ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഉത്തരം അതുകൊണ്ട് വരുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ്. ഡിയിലും അത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, ഏതാണ്ട് 1000-ഓളം. അത് തെറ്റാണ്. അടുത്തത്, കാട് എന്ന വാക്കിന്റെ പര്യായ പദം അല്ലാത്തത് ഏത്? വിപിനം കാടിന്റെ പര്യായ പദമല്ലേ? അടവി അതും കാടിന്റെ പര്യായ പദമാണ്. കാനനം അതും കാടിന്റെ പര്യായ പദമാണ്. അചലം കാടിന്റെ പര്യായ പദമല്ല. അചലം എന്ന് പറഞ്ഞാൽ എന്താണ്? പർവ്വതമാണ് കേട്ടോ. പർവ്വതത്തിന്റെ പര്യായ പദമായിട്ട് നമ്മളിത് പഠിച്ചിട്ടുണ്ട്. പർവ്വതം, പർവ്വതം. അചലം എന്ന് പറഞ്ഞാൽ എന്താണ്? പർവ്വതം. ഇവ ഇല്ല കേട്ടോ, പർവ്വതം എന്നേ ഉള്ളൂ. അവതാരകൻ എന്നതിന്റെ സ്ത്രീലിംഗ രൂപം എന്താണ്? അവതാരകയാണ് കേട്ടോ, അവതാരക. അമെൻമെന്റ് എന്ന ഇംഗ്ലീഷ് പദത്തിന് തുല്യമായ മലയാള പദം ഏതാണ്? ഇത് നമ്മൾ ഒരിക്കലും തെറ്റിക്കത്തില്ല, ഭേദഗതി. ഭഗീരഥ പ്രയത്നം എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? അനായാസമായ പ്രവൃത്തിയാണോ? അല്ല, അതികഠിനമായ പ്രവൃത്തിയാണ് കേട്ടോ, അതികഠിനമായ പ്രവൃത്തി. ശരിയായ രൂപം ഏതാണെന്ന് കണ്ടെത്തണം. ജഡം, ജഡം, ഇതിലേതാണ് ശരിയായിട്ടുള്ള ജഡം? ഡെഡ് ബോഡി എന്നുള്ള ജഡം ഏതാണ്? ഇത് പദശുദ്ധി എന്ന് പറഞ്ഞൊരു ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഓക്കെ, അപ്പം അതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഡെഡ് ബോഡി എന്ന അർത്ഥം വരുന്ന ജഡം നമുക്ക് ഇങ്ങനെയാണ് എഴുതുന്നതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ചുറ്റിക്കെട്ടുണ്ടോ ഇല്ലയോ എന്നാണ് നമുക്ക് സംശയം വരിക. ചുറ്റിക്കെട്ട് ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം നമ്മൾ പറഞ്ഞില്ല ഡെഡ് ബോഡിയൊക്കെ വടിയായിട്ടല്ലേ ഇങ്ങനെ കിടക്കുക, ഇങ്ങനെ വളഞ്ഞു കുളഞ്ഞ് അങ്ങനെ കിടക്കത്തില്ലല്ലോ. അപ്പം ചുറ്റിക്കെട്ടില്ല എന്ന് നമുക്ക് അങ്ങനെ ഓർത്തിരിക്കാം. ഓക്കെ, അങ്ങനെ അങ്ങ് നമ്മൾ ഡെഡ് ബോഡിയൊക്കെ സാധാരണ കാണുമ്പോൾ നീണ്ടു നിവർന്നല്ലേ കിടക്കാറ്, അങ്ങനെ ഒന്ന് ഓർത്തി വെക്കുക, ജസ്റ്റ് ഓർക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ജഡത്തിന് ചുറ്റിക്കെട്ടില്ല. ഇത് ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. മനസ്സ് എന്നതിൻ്റെ പര്യായ പദം എന്താണ്? തന്നിരിക്കുന്നവയിൽ മനസ്സ് എന്നതിൻ്റെ പര്യായ പദം എന്താണ്? മതിയാണ് കേട്ടോ, മതി. അപ്പം നിങ്ങൾ ഓർക്കാം, മതിഭ്രമം എന്ന് പറഞ്ഞാൽ എന്താ? വട്ടിന് നമ്മൾ മതിഭ്രമം എന്ന് പറയത്തില്ല. അപ്പം മനസ്സിൻ്റെ ഒരു സംഭവമല്ലേ. അപ്പം മതി എന്ന് പറഞ്ഞാൽ എന്താണ്? മതിക്കുണ്ടാവുന്ന ഭ്രമം ആണ് എന്ത്? വട്ട്. മതി എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സാണ് കേട്ടോ, മനസ്സ്. അങ്ങനെ ഓർത്തിരിക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ. ഈ ചോദ്യം പേപ്പർ കഴിഞ്ഞു. ഇനി അടുത്ത ചോദ്യ പേപ്പർ. ശരിയായ പദം തിരഞ്ഞെടുക്കുക. കണ്ട, വീണ്ടും ഇവിടെ അത് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതാ ശരി ഉത്തരം? നിങ്ങൾ പറ. ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് ശരി ഉത്തരം? യാദൃച്ഛികമാണ് കേട്ടോ. നേരത്തെ നമ്മൾ പറഞ്ഞ അതേ എക്സ്പ്ലനേഷൻ തന്നെ. തെറ്റായ വാക്യം തിരഞ്ഞെടുക്കുക. ഇതും ആ പദശുദ്ധി എന്ന് പറഞ്ഞ ക്ലാസ് നിങ്ങളൊന്ന് കാണണം, അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. തെറ്റായ വാക്യം ഇതിലേതാണെന്ന്. ഐക കണ്ഠ്യേനയാണ് തിരഞ്ഞെടുത്തത്. ശരിയാണോ? അത് ശരിയാണ് അല്ലേ? ഐക കണ്ഠ്യേന എന്ന് എഴുതുന്നത് ഇങ്ങനെ തന്നെയല്ല, ഐക കണ്ഠ്യേന. നമ്മൾ സാധാരണയായിട്ട് തെറ്റിച്ച് എങ്ങനെ പറയുക? ഐക്യകണ്ഠേന എന്ന് പറയാറുണ്ട്. അതാണ് ഇവിടെ തെറ്റിച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. കാരണം പദശുദ്ധി നോക്കുകയാണെങ്കിൽ ഐകകണ്ഠ്യേന എന്നാണ് നമ്മൾ പറയുക, അല്ലാതെ ഐക്യകണ്ഠേന എന്നല്ല നമ്മൾ പറയുന്നത്. ബാക്കി നോക്കൂ, തിരഞ്ഞെടുപ്പ് ഏകകണ്ഠമായിരുന്നു. ഐക്യകണ്ഠേന എന്ന് പറഞ്ഞാൽ എന്താണ്? ഏകകണ്ഠമായി ഒരേ സ്വരത്തിൽ എന്നല്ല. കണ്ഠം എന്ന് പറഞ്ഞാൽ എന്താണ്? കഴുത്ത്. ഏകകണ്ഠമായി ഒരേ സ്വരത്തിൽ അല്ലെ, ഒരുമിച്ച് ഒരേപോലെ പറയുന്നതിന് ഒരുമിച്ച് എന്നുള്ള അർത്ഥത്തിലാണത് യൂസ് ചെയ്യുന്നത്, ഏകകണ്ഠമായിട്ട്. അപ്പം അത് ശരിയുള്ള വാക്കാണ്. ഇനി ഏകകണ്ഠമായാണ് തിരഞ്ഞെടുത്തത്, അതും ശരിയായിട്ടുള്ള വാക്കാണ്. അപ്പം തെറ്റായിട്ട് വരുന്ന ഏതാണ്? ഓപ്ഷൻ സി ആണ്. അടുത്തത്, താഴെ പറയുന്നവയിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ക്രമേണ, കുറേ നാൾ, ശരിയാണ് അല്ലേ? ക്രമപ്പെടുത്തുക, ക്രമത്തിലാക്കുക, അതും ശരിയാണ്. ക്രമികം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രമേണ അല്ലെങ്കിൽ ക്രമത്തോടെ എന്നാണ്, ക്രമമില്ലാത്ത വിധത്തിൽ എന്നല്ല. ഇത് തെറ്റാണ് കേട്ടോ. ക്രമാൽ എന്ന് പറഞ്ഞാലും എന്താണ്? ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ക്രമാൽ എന്ന് പറഞ്ഞാലും ക്രമേണ എന്ന് തന്നെയാണ്. അപ്പം അതും തെറ്റാണ് കേട്ടോ, തെറ്റാണ്. അർത്ഥം കൊടുത്തിരിക്കുന്നത് തെറ്റാണ്. അപ്പം ഇവിടെ ശരിയായിട്ട് വന്നിരിക്കുന്നത് എന്താണ്? 1ഉം 2ഉമാണ്. ഓക്കെ, ഇനി നിങ്ങൾക്കൊന്നും കിട്ടിയില്ലെങ്കിൽ ക്രമപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രമത്തിലാക്കുക എന്ന് നമുക്കറിയാം. 2 ശരി, ഉറപ്പായിട്ടും ശരിയാണെന്ന് അറിയാം. 2 വരുന്ന ഒരേ ഒരു ഓപ്ഷനേ നമുക്കിവിടെ ഉള്ളൂ, ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ. ഓക്കെ, അടുത്തത്, നഖശിഖാന്തം എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? പല്ലും നഖവും ഒഴിച്ചല്ല, നമ്മുടെ എല്ലാ ശക്തി, നഖശിഖാന്തം എതിർത്തു എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് നമ്മൾ എതിർത്തു എന്ന് പറയത്തില്ല, അങ്ങനെ. ഇനി അടുത്തത്, ടു ഈറ്റ് വൺസ് ഓൺ വേർഡ്സ് എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ്? പറഞ്ഞത് പിൻവലിക്കുക എന്നതാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ്. ടു ഈറ്റ് വൺസ് ഓൺ വേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പറഞ്ഞത്, അവനവൻ്റെ വാക്ക് വിഴുങ്ങുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞത് നമ്മളങ്ങ് പിൻവലിക്കുക എന്നുള്ളതാണ് കേട്ടോ. അടുത്ത ചോദ്യം,
കണ്ണ് എന്ന പദത്തിൻ്റെ പര്യായ പദം അല്ലാത്ത പദം തിരഞ്ഞെടുക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം നയനം എന്താണ്? കണ്ണിൻ്റെ പര്യായപദമാണ്. ലോചനവും കണ്ണിൻ്റെ പര്യായപദമാണ്. ഈക്ഷണം എന്ന് പറഞ്ഞാലും അത് കണ്ണിൻ്റെ പര്യായപദമാണ്. മുഖുരം എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണിൻ്റെ പര്യായപദമല്ല. മുല്ലമൊട്ട്, പൂമൊട്ട് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? കണ്ണാടി എന്നൊരർത്ഥമുണ്ട്, വള്ളിമുല്ല എന്നുണ്ട്, ഇലഞ്ഞി എന്നൊക്കെ അർത്ഥം വരുന്നതാണ് മുഖുരം എന്ന് പറയുന്നത്. അത് കണ്ണിൻ്റെ പര്യായപദമല്ല. ഓക്കെ, അപ്പം നോക്കുക, മുഖുരത്തിൻ്റെ പര്യായപദങ്ങൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. മുഖുരം എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. മുഖക്കണ്ണാടി എന്നൊരർത്ഥമുണ്ട്, പൂമൊട്ടുണ്ട്, വള്ളിമുല്ല എന്നുണ്ട്, ഇലഞ്ഞി എന്നൊക്കെ ഉണ്ട്. ഒരേ വാക്കിന് തന്നെ പല അർത്ഥങ്ങൾ വരുമല്ലോ. ഓക്കെ, ഒന്നിൽ ജസ്റ്റ് ഇങ്ങനെ ഓർത്ത് മുഖുരം എന്ന് പറഞ്ഞാൽ എന്താണ്? മൊട്ട് എന്ന് ഓർത്തിരിക്കാം, വള്ളിമുല്ല എന്ന് ഓർത്തിരിക്കാം, അങ്ങനെയൊക്കെ നോക്കാം. ഓക്കെ, ഇനി മുക്കൂരം, മുഖം എന്നൊക്കെ ഓർത്ത് മുഖക്കണ്ണാടി വേണമെങ്കിൽ നമുക്ക് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പം കണ്ണിൻ്റെ പര്യായപദം ഒന്നും കൂടെ ഓർത്തിരിക്കുക. എന്തൊക്കെയാണ്? നയനം, ലോചനം, ഈക്ഷണം. നയനവും ലോചനവും നമുക്കറിയാം, ഈക്ഷണം നമ്മൾ അത്രയും കേട്ടിട്ടില്ല. അപ്പോൾ ഈക്ഷണം എന്ന് പറയുന്നത് എന്താണ്? കണ്ണ് തന്നെയാണ് കേട്ടോ. ശരിയായി പിരിച്ചെഴുതിയ പദം ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. തിരുമുൽ കാഴ്ച, തിരുമുൻ പ്ലസ് കാഴ്ച. ഓക്കെ, അത് ശരിയായിട്ട് തോന്നുന്നുണ്ട് അല്ലേ? 800, അത് നമ്മൾ നേരത്തെ പറഞ്ഞതാ, എൺ പ്ലസ് 100 അപ്പോൾ ഇതെന്താണ്? ഇത് തെറ്റാണ്. വിദ്യുത് ശക്തി, ഈ പദം ശരിയാണ്, പക്ഷെ പിരിച്ചെഴുതിയത് തെറ്റാണ്. ഞാൻ നേരത്തെ നിങ്ങൾക്ക് എഴുതി കാണിച്ചായിരുന്നു. വിദ്യുത് ശക്തിക്ക് വെറും തായേ ഉള്ളൂ അല്ലേ? ത് മാത്രമേ ഉള്ളൂ, ഇത്ത ഇല്ല, ഇവിടെ ത് ഇല്ല. ഓക്കെ, അതുപോലെ ഇച്ഛായും അല്ല ഇവിടെ വരുന്നത്, ഷായാണ് വരുന്നത്, വിദ്യുത് ശക്തിയല്ല വരുന്നത്. അപ്പോൾ അത് തെറ്റാണ്. ചെയ്തവൻ, ഇതും എന്താണ്? ചെയ്ത അവൻ അല്ലേ? അതും തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. തിരുമുൽ കാഴ്ച എന്ന് പിരിച്ചെഴുതിയാൽ എങ്ങനെയാണ്? തിരുമുൻ കാഴ്ച എന്നാണ്, പ്ലസ് കാഴ്ച എന്നാണ്. എന്താണ് തിരുമുൽ കാഴ്ച എന്ന് പറഞ്ഞാൽ എന്താണ്? ആ അർത്ഥം കിട്ടിയാൽ തന്നെ നിങ്ങൾക്കിത് പിരിച്ചെഴുതാൻ കിട്ടും അല്ലേ? തിരുമുൽ കാഴ്ച എന്ന് പറഞ്ഞാൽ രാജാവുമായോ അല്ലെങ്കിൽ തത്തുല്യരുമായ വലിയ പൊസിഷനുള്ള ഒരാളുമായിട്ടോ ഉള്ള അഭിമുഖത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? തിരുമുൽ കാഴ്ച എന്ന് പറയുന്നത്. അതായത് തിരുമുൻ നമ്മൾ രാജാവിനെ തിരുമുൻ എന്നൊക്കെ നമ്മൾ പറയത്തില്ല, രാജാവിൻ്റെ മുൻപിൽ എന്നുള്ളത് തിരുമുൻ എന്ന് നമ്മൾ പറയത്തില്ലേ? അപ്പോൾ തിരുമുൽ കാഴ്ച എന്ന് പറഞ്ഞാലാണ് തിരുമുൻ പ്ലസ് കാഴ്ചയാണ്. രാജാവിൻ്റെ മുന്നിൽ നമ്മൾ അവിടെ പോയിട്ട് അദ്ദേഹത്തെ കാണുന്ന, അദ്ദേഹവുമായിട്ടുള്ള അഭിമുഖത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? തിരുമുൽ കാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ ആ അർത്ഥം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് പിരിച്ചെഴുതാൻ പറ്റും. കാരണം നമുക്ക് തിരുമുൽ പ്ലസ് കാഴ്ചയാണോ എന്നൊരു സംശയം വരും അല്ലേ? തിരുമുൽ കാഴ്ച എന്ന് നമ്മൾ പറയത്തില്ല, കാരണം നമ്മൾ രാജാവിൻ്റെ മുൻപിൽ എന്നുള്ളതിന് നമ്മൾ തിരുമുൻ എന്നല്ലേ പറയാറ്, തിരുമുൽ എന്ന് പറയത്തില്ലല്ലോ. അപ്പം തിരുമുൻ പ്ലസ് കാഴ്ചയാണ് എന്ത്? തിരുമുൽ കാഴ്ച എന്ന് പറയുന്നത്. അങ്ങനെ നമുക്കത് കണ്ടെത്താൻ സാധിക്കും. അല്ലെങ്കിലും ഇത് ഈ ബാക്കിയുള്ള ഓപ്ഷൻസ് സിമ്പിളാണ്, അത് നോക്കിയാൽ തന്നെ നമുക്ക് എ കിട്ടും. അടുത്ത ചോദ്യം, സമാന പദങ്ങൾ മാത്രം അടങ്ങിയ ഗണം തിരഞ്ഞെടുക്കുക. ആദ്യത്തെ നോക്ക്, മരം, തരു, ധ്രുമം നമുക്കറിയണ്ടാവില്ല, ഉരകം നമുക്കറിയാം, എന്തായാലും മരമല്ല. അപ്പം ആദ്യത്തെ ഓപ്ഷൻ തെറ്റാണ്, നമുക്ക് മനസ്സിലായി. കാട്, കാനം, കാനനം, കാന്താരം. ഇതിൽ കാന്താരം നമുക്കൊരു സംശയം വരും. കാന്താരം എന്താണെന്ന് നമുക്കൊരു സംശയം വരും. കാന്താരം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കാട് എന്ന് തന്നെയാണ് കേട്ടോ അർത്ഥം വരുന്നത്. ഇനി കാമദേവൻ, മദനൻ, മാരൻ, ഹരൻ. ഇതിൽ കാമദേവൻ, മദൻ അതൊക്കെ ഓക്കെ. ഹരൻ എന്ന് പറയുന്നത് ശിവനാണ് കേട്ടോ. ഹരൻ എന്ന് പറയുന്നത് ശിവൻ്റെ പര്യായപദമാണ്, പരമശിവൻ്റെ പര്യായപദമാണ്. ഹര എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുന്നവൻ, അതായത് ഹരണം ചെയ്യുന്നവൻ എന്നാണ് അർത്ഥം. അങ്ങനെ പരമശിവനാണ്. ഹരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പരമശിവൻ എന്ന് നമ്മൾ പറയുന്നതാണ് കേട്ടോ. അപ്പം അതല്ല എന്ന് നമുക്ക് മനസ്സിലായി. ഇനി അടുത്ത ഓപ്ഷൻ നോക്ക്. ആനയുടെ പര്യായപദങ്ങളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ആന, കരി, ഇഭം, കളഭം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്താണ്? ആനയുടെ പര്യായപദങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതും എന്താണ്? ശരിയായിട്ടുള്ള ഓപ്ഷനാണ്. അതുകൊണ്ട് ഈ 98 എന്ന് പറയുന്ന ഈ ചോദ്യം PSC ക്യാൻസൽ ചെയ്ത ചോദ്യമാണ് കേട്ടോ. കാരണം 2 പര്യായപദങ്ങൾ ഒരേപോലെ ശരിയായിട്ട് വന്നു, 2 സെറ്റും ശരിയായിട്ട് വന്നതുകൊണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പഠിച്ചും കൂടെ വെക്കാം. ആനയുടെ പര്യായപദങ്ങൾ എന്താണ്? ആന, കരി, ഇഭം, കളഭം. ഇങ്ങനെ ഓർത്തിരിക്കാം, ഇഭം, കളഭം ഓർത്തിരിക്കാമല്ലോ. ആന, കരി. ഇനി കാട്, കാനം, കാനനം, കാന്താരം. കാന്താര എന്ന് പറഞ്ഞ സിനിമയില്ല, അത് വെച്ചൊന്ന് ഓർത്ത് വെച്ച് നോക്ക്. കാടാണ്, കാന്താരം എന്ന് പറഞ്ഞാൽ എന്താണ്? കാടാണ് കേട്ടോ. അടുത്ത ചോദ്യം, ആസ്തികൻ എന്ന പദത്തിൻ്റെ വിപരീത പദം എന്താണ്? ആസ്തികൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആസ്തികൻ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആസ്തികൻ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് നാസ്തികനാണ്. ഈശ്വരൻ
ഉണ്ടെന്ന് വിശ്വസിക്കാത്തവൻ, ഈശ്വരൻ ഇല്ല എന്ന് പറയുന്നവനെയാണ് നാസ്തികൻ എന്ന് പറയുന്നത്. അപ്പം ആസ്തികൻ എന്ന് പറഞ്ഞാൽ ആസ്തി വെച്ച് നോക്കരുത്, അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് കണക്ട് ചെയ്യും, ഈശ്വര വിശ്വാസമുള്ള ആൾക്കല്ലേ എപ്പോഴും ആസ്തി ഉണ്ടാവുക, അങ്ങനെ ഒന്ന് ഓർത്ത് വെക്കാം. ആസ്തികൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈശ്വരൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവൻ. നാസ്തികൻ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ ഇല്ല എന്ന് വിശ്വസിക്കുന്നവൻ. ഓക്കെ, അപ്പോൾ അതാണ് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്. ജാമാതാവ് എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം ഏതാണ്? നേരത്തെ ഞാൻ ഒന്ന് പറഞ്ഞു, സ്നുഷയാണ് അല്ലേ, സ്നുഷ. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ ചോദ്യങ്ങൾ.